കാലാർക്കായുധ തേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദി സമസ്ത വാനരഗണൈ സംസേവ്യ പാദാംബുജം നാദേരിവ സമസ്ത രാക്ഷസഗണാൻ സംത്രാസയന്തം പ്രഭും ശ്രീമത് രാമപാദാംബുജ സ്മൃതിരഥം ധ്യായാമി വാതാത്മജം ഓം രാം രാമായ നമഃ. ഓം ഐം ശ്രീം ഹം ഹനുമന്തേ നമഃ. ഇന്ന് നമ്മൾ വളരെ സന്തോഷമാണ്. നമ്മൾ ഇന്ന് പ്രധാന നായകൻ ഇല്ലാതെ ഒരു ഖണ്ഡത്തിലോട്ട് നമ്മൾ കയറുകയാണ്. വളരെ എന്താ പറയുക, സുന്ദരകാന്ഡം എന്ന് പറയുന്നു. ഇന്ന് എല്ലാ അധ്യായത്തിലും നമ്മൾ രാമനെ കണ്ടു. പക്ഷെ ഈ ഒരു അധ്യായത്തിൽ മുഴുവനും രാമൻ ഇല്ലാത്ത ഒരു അധ്യായം. നമ്മൾ പറയില്ലേ, ഒരു സിനിമയിൽ പ്രധാന നായകനില്ലാതെ ബാക്കിയുള്ളവർ മാത്രമുള്ള അതിലൊരു വേറൊരാള് ഒരു നായകനായിട്ട് വരുന്നുണ്ട്. ആ ഒരു കാണ്ഡത്തിനെയാണ് നമ്മൾ സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. അത് വളരെ വിശേഷപ്പെട്ട പല പല ആഗ്രഹ സാഫല്യങ്ങൾക്കും രാമായണത്തിലെ ഒരു വളരെ എന്ത് വായിച്ചില്ലെങ്കിലും സുന്ദരകാന്ഡം വായിക്കൂ എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്. നമുക്ക് അതിലോട്ടെല്ലാം ഒന്ന് പോകുന്നതിന് മുമ്പേ ഹനുമ തത്വം എന്താണ്? ഈ ഓം ഹം ഹനുമതേ നമ എന്ന് പറഞ്ഞു. ആ ഹനുമാൻ ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് നേരത്തെ നമ്മൾ ഏത് വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രഭാവത്തെക്കുറിച്ചും അദ്ദേഹം ഒരു രാമായണം എന്ന് പറയുന്ന കഥയില് അദ്ദേഹം വഹിക്കുന്ന പങ്കിനെ കുറിച്ചും ഇന്നും അദ്ദേഹം ചിരഞ്ജീവിയായിട്ട് ഭാരത ചരിത്രത്തിൽ ഭാരതത്തിന്റെ ഏതിലും ഹനുമാൻ ചാലിസയാവട്ടെ ഏത് ഹനുമത് മന്ത്രങ്ങളും കുട്ടികൾക്ക് വിദ്യക്കാണെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിലും തടസ്സങ്ങൾ മാറുന്നതിന് എല്ലാത്തിനും ആ ഒരു ജിതേന്ദ്രിയനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഒരു ശക്തിമത്താക്കുന്ന തന്റെ സ്വയം ശക്തി. ഹനുമാൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ശക്തി ഒരു ശാപത്താൽ മറന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തിയെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് അദ്ദേഹം സ്വയം ശക്തി, അദ്ദേഹത്തിന് സേതു ചാടി കടക്കാനൊക്കെ ഉള്ള ആ ഒരു ശക്തി കിട്ടുന്നത് അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. നീ ആരുടെ മകനാണ്, നീ ആരാണെന്ന്. അപ്പൊ നമ്മളും എല്ലാം ഹനുമാനെ പോലെ തന്നെയാണ്. നമ്മള് എവല്യൂഷൻ തിയറി വെച്ച് ഒരു കുരങ്ങിൽ നിന്ന് തന്നെയാണ് മനുഷ്യൻ വന്നിരിക്കുന്നത്. ആ കുരങ്ങ് എന്നുള്ള ഒരു ജീവിയെ നമ്മൾ ആ മനസ്സിന്റെ തലമാണ്. നമ്മളും ഹനുമാനെ പോലെ നമ്മുടെ ശക്തി മറന്നവരാണ് ഓരോരുത്തരും. ഈ ഭൂമിയിൽ വന്നപ്പോൾ ഈ കാണുന്ന മായയാകുന്ന മഹാമായ പ്രയശ്ചതി അതില് വീണ് ചുഴന്ന് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ സ്വരൂപത്തെ മറന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ ആരെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കണം എന്ന് പറയുമ്പോൾ എപ്പോഴാണോ ഗുരു നമുക്ക് വന്ന് ആ ഗുരുതത്വത്തെ മനസ്സിലാക്കി നമ്മൾ അതിലോട്ട് പ്രവേശിക്കുമ്പോൾ അതാണ് സ്വരൂപ നിരൂപണ ഹേതവേ സ്വഗുരുവേ. നമ്മുടെ സ്വരൂപത്തെ നിരൂപിക്കാൻ കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു സമയമാണ് നമ്മുടെ ആ ഇനിസിയേഷൻ അല്ലെങ്കിൽ മന്ത്ര സ്വീകരണം. അപ്പൊ ഹനുമാനും അതുപോലെ തന്നെയാണ്. ഹനുമാനെ സ്മരിക്കുമ്പോൾ അദ്ദേഹം ഗുരുഭാവത്തിൽ ഒരുപാട് പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരാണ് ഈ ഹനുമാൻ? ഹനുമാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പേര് കിട്ടിയത്? അദ്ദേഹം ആരാണ്? മാതാപിതാക്കൾ എന്താണ്? അദ്ദേഹത്തെ കുറിച്ച് ഏതൊരാളെ കുറിച്ചും നമ്മളൊരു ബയോഡേറ്റ അറിഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു സുന്ദരകാന്ഡത്തിൽ ചെയ്ത ആ പ്രഭാവങ്ങൾ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താ ഒരു കുരങ്ങൻ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താ ഒരു എല്ലാത്തിനും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം. ഒരാളെ കുറിച്ച് അറിയുമ്പോൾ ഒരു തീരെ അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലായിരിക്കും, ഇല്ലേ? ആ ആളുമായിട്ട് ഇടപെടുമ്പോൾ. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞിട്ടാണ് ഇടപെടുന്നെങ്കിൽ നമുക്കൊരാളെ ഇത്രയും ഏൽപ്പിക്കാം. രാമൻ ഇത്രയും വിശ്വാസം വരുന്നെങ്കിൽ ദർശനം മാത്രമേ തന്നെ അദ്ദേഹത്തിന്റെ ആ ശബ്ദവും ഗാംഭീര്യവും വാക്കുകളുടെ ഒരു പ്രത്യേക ലാളിത്യവും ഒക്കെ കണ്ട് ഇദ്ദേഹത്തെ ദൂതനായിട്ട് കിട്ടുന്ന ആള് മഹാഭാഗ്യവാനെന്ന് പറഞ്ഞിട്ട് ആ ആള് തന്നെയാണ് രാമന് വേണ്ടിയിട്ടും ഈ ഹനുമാൻ തന്നെയാണ് ദൂതുമായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഹനുമാൻ ആരാണെന്നൊന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് സുന്ദരകാന്ഡത്തിൽ പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ജഗത് മാതാപിതാക്കളാണ് ശിവനും പാർവതിയും. 14 ലോകങ്ങളില് എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ അതെല്ലാം, പക്ഷിമൃഗാദികളാവട്ടെ വൃക്ഷലതാദികള് മനുഷ്യവർഗം എല്ലാത്തിന്റെയും ജനിച്ചതായിട്ടുള്ള എല്ലാത്തിന്റെയും അതാണ് ജന്തു എന്ന് പറയുന്നത്. എന്ത് ജനിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ ജനയിതാക്കള്, അതായത് അച്ഛൻ അമ്മ, ഈ ജഗൽ മാതാപിതാക്കളാണ് ശിവനും പാർവതിയും. അങ്ങനെ ഒരു ദിവസം വനത്തില് ഒരു കുരങ്ങന്റെ രൂപത്തില് ക്രീഡിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി എപ്പോഴും നമ്മൾ ആലോചിച്ചോളും. ക്രീഡിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഈ 2 എനർജിയും ഉണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ. അതാണ് ഇട പിങ്കള നാഡി. അവര് രണ്ടുപേരും ഇങ്ങനെ കാട്ടിൽ കൂടെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നപ്പോ ഒരു ദിവസം ആ ഒരു ശിവന്റെ ബീജം പുറത്തു വരികയും അത് ഭൂമിയില് ഉയർന്ന ഒരു ഗർഭത്തിൽ മാത്രമേ അതിനെ കൊണ്ട് നിക്ഷേപിക്കാൻ സാധിക്കുള്ളൂ എന്നും പാർവതിക്ക് അറിയാം. അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളിൽ ഒരാളായ വായുവിനെ വിളിക്കുകയാണ്, വായുവിനെ ഏൽപ്പിക്കുകയാണ്. വായു എന്നതിന്
നമ്മൾ പറയും പവനൻ, മാരുതൻ, പ്രാണൻ എന്നൊക്കെ പറയും ആ പേരുകള്. ആ വനത്തില് ആ വനത്തിൽ തന്നെ ഈ സ്വർഗത്തിലെ ദേവതമാരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു വാനര സ്ത്രീ. അഞ്ജന എന്ന പേരാണ് ആ സ്ത്രീയുടെ പേര്. അവര് ഒരു ദേവസ്ത്രീ ആയിരുന്നു. ശാപത്താല് കുരങ്ങായിട്ട് ജന്മമെടുത്ത് ശിവപൂജ, തന്റെ പ്രാരാബ്ധ കർമ്മങ്ങളെ ദഹിപ്പിക്കാൻ. നമുക്കറിയാം ശാപം എന്ന് പറയുന്നത് എന്തെങ്കിലും, ഇപ്പൊ ജയവിജയന്മാര് തന്നെ ഭൂമിയിൽ വന്നത് ശാപത്തിന്റെ ഫലം, ഒരു അഹങ്കാരവും നിന്ദയുടെ ഫലവും. അതുപോലെ ഈ ദേവസ്ത്രീ ഈ പറഞ്ഞ എന്താ പറയാ ഭൂമിയിൽ വരാൻ കാരണം, ഒരു കുരങ്ങന്റെ ജന്മം എടുക്കാൻ കാരണം ശാപമാണ്. പ്രായശ്ചിത്ത കർമ്മങ്ങളെ, ശിവപൂജയാണ് ആ പ്രാരാബ്ധ കർമ്മങ്ങളെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഈ അതിശക്തമായ ഇന്ദ്രിയ ബലം കൊണ്ട് ആണ് ഈ അഞ്ജന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദേവസ്ത്രീക്ക് വളരെ, നമ്മളെ സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് ഭയങ്കര കോൺസെൻട്രേഷനും വളരെ കഴിവുകളും ഉള്ളവരാണ്. അവരതിൽ മാത്രം ശ്രദ്ധിച്ച് തന്റെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിശക്തമായിട്ടുള്ള ഇന്ദ്രിയ ബലം കൊണ്ടാണ് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അഞ്ജനയ്ക്ക് മനസ്സിൽ പെട്ടെന്ന് ശിവനെ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോ മനസ്സിലൊരു ആഗ്രഹം തോന്നി, എനിക്കൊരു ശിവപുത്രൻ വേണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഈ സൃഷ്ട പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും അച്ഛൻ ശിവനാണ്, അമ്മ ദേവിയാണെന്ന് നമ്മൾ കേട്ടു അല്ലെ. അപ്പൊ അച്ഛൻ ശിവനാണെങ്കിൽ ഈ പറഞ്ഞ ശിവതത്വം, നമ്മുടെ എല്ലാം അച്ഛൻ എന്ന് പറയുന്നത് ആരാ? ഈ എല്ലാ ജന്തുക്കളും മനുഷ്യരും എല്ലാം തന്നെ ആ ഒരു എനർജിന്ന് വന്നു ചേർന്നവരാണ്. അപ്പൊ നാച്ചുറലി നമ്മുടെ അഞ്ജന അങ്ങനെ വിചാരിച്ചാൽ തെറ്റില്ല. തനിക്കൊരു അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അച്ഛനായിട്ട് എന്താ പറയാ, എനിക്ക് ഒരു കുഞ്ഞ് അദ്ദേഹത്തിന്റെ വേണമെന്ന് ആഗ്രഹിച്ചു. ഈ ഒരു അപ്പൊ എന്താ, വായു ഈ പറഞ്ഞ ബീജത്തെ അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചു എന്നാണ് കഥ. അപ്പോ അങ്ങനെ തന്റെ ശക്തിയാൽ ബീജത്തെ രക്ഷിച്ചത് കൊണ്ട് വായുവിനെ എന്താ പറയണത്, ഹനുമാന്റെ പിതൃസ്ഥാനീയനാക്കി പറയാറുണ്ട്. എന്നുവെച്ചാൽ കയ്യില് ആ ബീജത്തെ വഹിച്ച്, അതിശക്തമാണ് വായു, നമുക്കറിയാം വായുമണ്ഡലം, വായുവാണ് പ്രാണൻ. ആ വായു കൊണ്ടുവന്ന് അഞ്ജനയുടെ ഗർഭത്തില് നിക്ഷേപിച്ചു. അങ്ങനെ ഈ പറഞ്ഞ, അതുകൊണ്ടാണ് നമ്മൾ വായുപുത്രൻ എന്നൊക്കെ ഹനുമാനെ പറയണത്. അഞ്ജനാപുത്രനായ അഞ്ജനയുടെ ഗർഭത്തിൽ ഇട്ട് അവിടെ വളർന്ന് ഉണ്ടായ കുഞ്ഞാണ് ഹനുമാൻ. ഒരു കഥ, ഒരുപാട് കഥകൾ പല പല പുരാണങ്ങളിലെങ്കിലും പ്രധാനപ്പെട്ട ഒരു 2-3 നമുക്ക് നോക്കാം. എന്താണ് ഹനുമാന്റെ ശക്തി? അഞ്ജനാപുത്രനായിട്ടുള്ള ഹനുമാന്റെ ജന്മത്തിന് വേറൊരു കഥയുണ്ട്. അതേതെന്ന് വെച്ചാല്, ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തുകയാണ്. അഗ്നിദേവൻ യാഗാഗ്നിയിൽ നിന്ന് പായസം തന്റെ ഭക്തിമാരായ കൗസല്യ, സുമിത്ര, കൈകേയി ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുന്നു. സ്നാനം കഴിഞ്ഞു വന്ന് പായസം കഴിക്കുവാൻ നോക്കിയപ്പോൾ ഒരു പക്ഷി സുമിത്രയുടെ പങ്ക് കാറ്റിലൂടെ എടുത്തുകൊണ്ട് പോയി തൊഴുതു നിന്ന അഞ്ജനയുടെ കയ്യിൽ കൊണ്ടിട്ടു എന്ന് വേറൊരു കഥ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹം ആരായിട്ട് വരുന്നു? രാമന്റെ സഹോദര സ്ഥാനീയനായിട്ട് വരികയല്ലേ. അത് ഭക്ഷിച്ചിട്ടാണ് ഹനുമാൻ ഉണ്ടായതെന്ന് വേറൊരു കഥ. അങ്ങനെ കൗസല്യയും കൈകേയും തന്റെ പങ്കിൽ നിന്ന് ഓരോ പങ്കെടുത്ത് സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ഉണ്ടായി, കൗസല്യക്ക് രാമനുണ്ടായി, കൈകേയിക്ക് ഭരതനുണ്ടായി. നമുക്കറിയാം ഈ കഥ. ഏതായാലും ഹനുമാൻ ഒരു സാധാരണ വ്യക്തിത്വമല്ല. അത് നമുക്ക് ഈ പറഞ്ഞ ഓരോന്നിന്നും മനസ്സിലാക്കാം. സാധാരണ വ്യക്തിത്വമാണെങ്കിൽ ഇങ്ങനെയൊന്നും ജനിക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരു ദിവ്യമായിട്ടുള്ള ജനനം. അപ്പോ എന്താ, ജനനം മുതൽക്ക് തന്നെ തന്റെ ഉള്ളിലെ ശിവാംശം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. ഓരോരുത്തരും നമ്മളെല്ലാം ശിവാംശം തിരിച്ചറിഞ്ഞ വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഇതുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യണം. കാരണം ഓരോ ജീവനും ശിവാംശമാണ്. എല്ലാവരുടെ ഉള്ളിലും ആ പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞ ശിവനാണ്. നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഹനുമാൻ എന്താ, അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു അജ്ഞാനം മായാശക്തിയാൽ നമുക്ക് മറച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് തിരിച്ചറിയാത്തത്. ഈ ഹനുമാന്റെ ജനനത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത്ഭുതകരമായിട്ടുള്ള വേറൊരു കാര്യം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പറഞ്ഞ അദ്ദേഹം ജനിച്ചപ്പോ തന്നെ അദ്ദേഹത്തിന്റെ സെക്ഷുവൽ ഓർഗൻസ് ഒരു കവചം കൊണ്ട് ആവരണത്തോടെയാണ് അദ്ദേഹം ജനിച്ചത്. അതായത് ലസ്റ്റ്, കാമവികാരത്തിന് അദ്ദേഹം ഒരിക്കലും അടിമപ്പെടില്ല എന്നർത്ഥം. ഒരു ചെറിയ എന്താ പറയാ, ഒരു ചുമന്ന, നമ്മൾ കാണാറുണ്ട് ഹനുമാനെ കാണുമ്പോൾ നമ്മള് കർണൻ എങ്ങനെയാണോ കവചകുണ്ടലത്തോടെ സൂര്യപുത്രനായിട്ട് ജനിക്കുന്നത്, അതുപോലെ ഹനുമാൻ ജനിക്കുമ്പോൾ ഒരു ചുമന്ന പട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയങ്ങൾ മറച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ജിതേന്ദ്രിയനായിട്ട് ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുമ്പോൾ അത് ആ ശക്തി മുഴുവനും നമ്മൾ ആ ഒരു സെക്ഷുവൽ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ശക്തി മുഴുവൻ അദ്ദേഹത്തിന്റെ കായിക ശേഷിക്കും മറ്റുള്ള വിദ്യയ്ക്കും വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു എന്നർത്ഥം.
നമ്മൾ സാധാരണ സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ താഴോട്ട് പ്രവഹിക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് കുടുംബം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നു അല്ലെ. അതേസമയം അത് ഊർധ്വമായിട്ട് നമ്മൾ ശിവനെ കണ്ടിട്ടുണ്ട്. ശിവന്റെ എല്ലാ പടത്തിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്കുകൊണ്ട്, ഊർധ്വരേതസേ നമഃ. അദ്ദേഹം എന്താ തപശ്ചര്യയിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് തന്റെ ആ ഒരു എനർജി താൻ ഊർധ്വ രീതി, തന്റെ ആ ഒരു എന്താ പറയാ ആ എനർജിയെ ഈ ചക്രങ്ങളെയൊക്കെ ഭേദിച്ച് യോഗം ചെയ്തിരിക്കുന്ന അവസ്ഥ. അപ്പൊ അത് അങ്ങനെയാണ് ഹനുമാൻ ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഹനുമാന് അങ്ങനെ ഒരു എനർജി ലോസ് ഇല്ല, സദാ ജിതേന്ദ്രിയനായിട്ട് തന്റെ ആത്മാവിൽ രമിച്ച് കഴിയുന്ന ആളാണെന്ന് അർത്ഥം. അപ്പോ തപശക്തിയുടെ, അതായത് അമ്മ അഞ്ജനയുടെ തപശക്തിയെ ദീർഘകാലം തപസ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്യൂരിറ്റിയാണ്. മനസ്സിൽ ഒരു വികാരങ്ങളും ഇല്ലാതെ തപസ് എന്ന് പറഞ്ഞാൽ ഒരു യോഗചര്യ തന്നെയാണ്. അപ്പൊ അവിടെ നമ്മളെ സാധാരണ മനുഷ്യർക്ക് പല വികാരങ്ങളല്ലേ, 9 മാസം മനസ്സിൽ കുഞ്ഞിനെ ഉള്ളില് ഗർഭത്തിൽ ധരിക്കുമ്പോൾ തന്നെ. ഇത് അങ്ങനെയല്ല. ഫുൾ ടൈം ആ ഒരു പ്യൂരിറ്റി, ആ ഒരു ചാസ്റ്റിറ്റി എല്ലാം ആ ഒരു പ്രതീകമായിട്ടിരിക്കുന്ന അഞ്ജനയുടെ പുത്രനായിട്ടാണ് ഹനുമാന്റെ ജനനം. അപ്പൊ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് ഇതിന്റെ പുറകിലുണ്ട്. നമുക്ക് അതാണ് ഒരു ജനനം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും ഉണ്ടാകുന്നത് വെറും ഒരു കാമത്തിന് അടിമപ്പെട്ട് നമ്മൾ പറയും നമുക്ക് ആ കുട്ടിയെ വേണ്ട, ഇല്ലെങ്കിൽ ആ അച്ഛനാരെന്ന് തിരിച്ചറിഞ്ഞൂടെ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവും. അതൊരു കാമവികാരത, ഒരു ചപലതയുടെ ഒരു ഫലമാണ്. പക്ഷെ ഇത് ആരാണെന്ന് ആലോചിച്ച് നോക്കൂ. ശിവന്റെ ബീജം ഈ അഞ്ജന എന്ന് പറഞ്ഞ ശിവ തപസ്സിൽ മുഴുകി നിൽക്കുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള മനസ്സ്, വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു ഗർഭത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ആ ഒരു ഉയർന്ന തലത്തിലുള്ളതായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അച്ഛന്റെ സോളും അമ്മയുടെ തപശക്തിയും ആണ് ഈ ജനനത്തെ കാണിക്കുന്നത്. അച്ഛൻ എന്ന് പറയുമ്പോൾ ശിവൻ. ഓരോ വ്യക്തിക്കും തന്റെ പരമ്പര നിലനിർത്താൻ ഉണ്ടാകുന്ന വികാരമാണ് സന്തതി രൂപത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അഞ്ജന എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവിയുടെ പ്രതീകമാണ്, പാർവതി ദേവിയുടെ പ്രതീകമാണ്. അവര് ദേവസ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നു. ദേവകളെല്ലാം തന്നെ സദാ ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ രണ്ടുപേരും, ശിവനും ദേവിയും തമ്മിലുള്ള സംയോഗം പോലെ, അതിൽ നിന്നുണ്ടായതുപോലെ തന്നെയാണ് നമ്മള് ഹനുമാനെ കാണുന്നത്. അതാണ് അമാനുഷികമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത്. അഞ്ജന നമ്മളെ എന്താ ആ ഒരു അഞ്ജന എന്ന് പറയുന്നത് നമ്മളിലുള്ള ഒരു ഈശ്വരീയ ശക്തി, അതായത് മൈൻഡ്, ആ ഒരു മനസ്സിനെയാണ് കാണിക്കുന്നത്. മറ്റത് പരമാത്മ ചൈതന്യത്തെ ആ രണ്ടും കൂടെ ചേരും. പരമാത്മ ചൈതന്യവും ജീവാത്മ ചൈതന്യം, മനസ്സും ബുദ്ധിയും തമ്മിൽ ചേരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകം. അതാണ് വാനരന്റെ ബോഡി മാത്രമേ ആയുള്ളൂ. കാരണം എന്താ അങ്ങനെ വരാൻ? ഡ്യൂ ടു നമ്മുടെ കർമ്മം. നമുക്ക് ഈ വാനരന്റെ ശരീരം, മനുഷ്യ ശരീരം കിട്ടാൻ എന്താ കാരണം? ഹനുമാന് കിട്ടിയ പോലെ നമ്മുടെ കർമ്മഫലമായിട്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അതായത് ശാപം നിമിത്തമാണ് വാനരകുലത്തിൽ പിറന്നു എന്നർത്ഥം. അതായത് വാനരകുലം എന്ന് പറയുമ്പോൾ നമ്മള് ഈ വാനരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ തത്വം തന്നെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ തന്നെ മായയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ എന്താ കാമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഭൂമിയിൽ തന്റെ കർമ്മങ്ങളെ ക്ഷയിപ്പിക്കാൻ വന്ന ഓരോ ജീവനാണ്. ആ ശിവനാണെന്നുള്ള യഥാർത്ഥ തന്റെ അച്ഛനെ മറന്ന് ആ ശിവതത്വത്തെ മറന്നിട്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തിരിച്ചെന്താ തന്റെ ഉള്ളിലുള്ള ഈശ്വരീയത തിരിച്ചറിയുമ്പോൾ തന്നെ അതിലേക്ക് ഉയർത്തുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സാധനാ മാർഗത്തിലൂടെ പുരോഗമിക്കുമ്പോഴാണ് ശരിക്കും തന്റെ ഉള്ളിലുള്ള മൃഗീയ വാസനകൾ ഇല്ലാതാക്കാൻ പറ്റുന്നത്. നമുക്കും ഹനുമാനെ പോലെ, അതായത് ഹനുമാൻ എങ്ങനെയാണോ ജനിച്ചപ്പോഴേ അത് ഉണ്ടായിരുന്നത്, അതുപോലെ നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആ ഒരു ആത്മീയ സാധനകളെയാണ് നമ്മൾ ഉയരാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു പുത്രൻ ജനിക്കുക എന്ന് പറഞ്ഞാൽ തനിക്ക് മോക്ഷമാർഗത്തെ കാണിച്ചു തരിക എന്നാണ് അർത്ഥം. നല്ല ഒരു സത്പുത്രൻ, ആ ഒരു പുത്രൻ നമുക്ക് സാധാരണ പറയാറുണ്ട്, കർമ്മം ചെയ്യുമ്പോൾ ആ ഒരു പുന്നാഗ നരകത്തിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുന്നവൻ സത്പുത്രൻ. അല്ലാത്ത പുത്രന്മാരെ അവിടെ പറയുന്നില്ല. പുത്രന്മാര് കള്ളനും കൊലപാതകിയാണ്, നമുക്ക് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ജീവന് മോക്ഷം കിട്ടുന്ന ഒരിടത്തും പറയുന്നില്ല. സത്പുത്രൻ എന്നാണ് പറയുന്നത്. സത്തിനെ അറിഞ്ഞവൻ, എക്സിസ്റ്റൻസിനെ അറിഞ്ഞവൻ, ഉണ്മയെ അറിഞ്ഞവൻ, ആ ഒരു അച്ഛനെ എന്താ പറയാ, ആ തനിക്ക് ജന്മം തന്ന അച്ഛന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ ഒരു പുത്രൻ. അപ്പോ നമുക്ക് മോക്ഷം കിട്ടും. ഹനുമാനും നമുക്കെന്താ ഒരു കൊരങ്ങനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ശരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളില് അനിമൽ ആൻഡ് ഡിവൈൻ ആസ്പെക്ട്സ് ഉണ്ട്, രണ്ടും കൂടെ ചേർന്നതാണ്. ഒരു മിക്സ്ചർ ഓഫ് ഡിവൈൻ ആൻഡ് ഇംപ്യൂർ എന്ന് പറയാം. ഇംപ്യൂർ ആവാൻ കാരണം എന്താ? ശരീരത്തിൽ വന്നു. ശരീരം എപ്പോഴും ഇംപ്യൂർ ആണ്, ജഡമാണ് അല്ലെ. ആ മൈൻഡാണ് മാറ്ററിനെ ഭരിക്കുന്നതെന്ന് നമുക്ക് പറയാം.
അതുപോലെ രണ്ടും കൂടെ ചേർന്നത്. അപ്പോ വളരെയധികം കുസൃതി, മിസ്ചിവസ് ആയിരുന്നു അദ്ദേഹം. ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് എന്താ ആ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ വളരെ വളരെ ഉയർന്ന തലമായിരുന്നു. ഒരിക്കൽ കുഞ്ഞായിരുന്നപ്പോ അദ്ദേഹം സൂര്യനെ എന്താ ഒരു ചെറിയ മാമ്പഴമാണെന്നോ ഇല്ലെങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തോ ആണെന്ന് കണ്ടിട്ട് ചാടി പിടിക്കാൻ വേണ്ടി ചാടിയെന്നും ഇന്ദ്രന്റെ വജ്രായുധം അതായത് തന്റെ ചിന്നില് താടിയില് അത് മുറിവേറ്റ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹനുമാൻ എന്ന പേര് അർഹനായി. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥ ഉണ്ട്. വായുപുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് മാരുതി എന്ന പേരുണ്ട്. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഭംഗിയുള്ള മുഖം, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു വായുടെ തൊട്ട് ആ ചിന്നിലാണ് ആ ഒരു വജ്രായുധം വന്ന് പതിച്ചത്. അതുകൊണ്ട് എന്താ പറയാ സുന്ദരനായവൻ എന്നും അർത്ഥമുണ്ട്. ആ അപ്പൊ സൂര്യനെ കഴിക്കാനുള്ള പഴമാണെന്ന് കരുതി ഒരാള് ചാടണമെങ്കിൽ, ഒരു കൊച്ചുകുട്ടി ചാടണമെങ്കിൽ അദ്ദേഹത്തിന്റെ എത്രയാണ് ഈ പറഞ്ഞ രാമദൂതന്റെ കഴിവ് എത്രയാണെന്ന് നമ്മൾ അറിയണം. അതായത് പെട്ടെന്ന് ഭൂമിയിൽ അത് ഈ പറഞ്ഞ ഹനുവില് വെട്ടേറ്റ്, ഇന്ദ്രന്റെ വെട്ടേറ്റ് ഭൂമിയിൽ പതിക്കുകയും തന്റെ പുത്രൻ ബോധരഹിതനായി കിടക്കണാണ്ട് വായു തന്റെ സ്വന്തം സഞ്ചാരം നിർത്തുകയും എല്ലാവരും ഭയന്ന് ബോധരഹിതനായ ഹനുമാനെ ഉണർത്തി ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കൊടുത്തു, അനുഗ്രഹിച്ചു. എന്താ നീ അമാനുഷനായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുക. അങ്ങനെ ഹനുമാൻ എന്താ കുണ്ടലിനി യോഗം സാധിക്കുകയാണ്, സിദ്ധിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് അണിമ, ലഘിമ, ഗരിമ, ഈശുദ്ധ, വശ്യുദ്ധ, പ്രാകാമ്യ, പ്രാപ്തി സിദ്ധികൾ എല്ലാം, ഈ അഷ്ടമ സിദ്ധികളെല്ലാം തന്നെ ഹനുമാൻ ഉണ്ടായിരുന്നു. നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. സമുദ്ര ലംഘനത്തിൽ ചെറുതാകുന്നു, അത് കഴിഞ്ഞ് ലങ്കാലക്ഷ്മിയെ കാണുമ്പോൾ ചെറുതായിട്ട് ഇടയിൽ കൂടെ പോകുന്നു, ആകാശം മുട്ട വളരുന്നു. എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ പവേഴ്സ് ആണ്, സിദ്ധികളാണ്. എല്ലാം തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ തന്റെ മിക്കവാറും ഈ സിദ്ധികളെല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടി? തന്റെ ഗുരുവും തന്റെ ഏറ്റവും താൻ ബഹുമാനിക്കുന്ന രാമന് വേണ്ടിയിട്ടാണ് തന്റെ കഴിവുകളെല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതാണ് അവിടുത്തെ ഒരു പ്രാധാന്യം. അപ്പൊ തനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സമൂഹത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ ഏത് മനുഷ്യനും തനിക്ക് കിട്ടുന്ന കഴിവുകൾ സമൂഹ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അവൻ ഋഷി തുല്യനായിട്ട് ആദരിക്കപ്പെടും. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും ഹനുമാനെ ആദരിക്കപ്പെടുന്ന? അദ്ദേഹത്തിന്റെ ഒരു കഴിവുകൾ പോലും അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അപ്പോ എന്താ, നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, നമ്മള് വേറൊരാളെ എന്താ പറയാ തന്റെ കഴിവുകൾ കാണിച്ച് ആകർഷിക്കാനുമല്ല. എന്തിനാ? ബാക്കിയുള്ളവരെ ആ ഒരു ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവർക്കൊരു ആപത്ത് വരുമ്പോൾ അവരെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഹനുമാൻ അത് ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കും, നമുക്ക് എന്താ ഒരു ബ്ലെസ്സിങ് ഹനുമാന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? തനിക്ക് എന്ത് കഴിവ് കിട്ടിയാലും വായുപുത്രനെ പോലെ, വായു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നത്, ആ എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തന്റെ കരുത്ത്, തന്റെ ഉള്ളിലുള്ള കരുത്ത് ഓർമ്മ വന്ന് അവരെ സഹായിക്കാൻ പറ്റണേ. അല്ലാതെ എനിക്ക് എന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധാരണഗതിയിൽ ഹനുമാൻ ആരും അപ്രോച്ച് ചെയ്യാറില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല തന്റെ പുത്രൻ എല്ലാ വിദ്യകളും ഉപദേശിക്കാൻ ദേവസ്ത്രീയായിരിക്കുന്ന അഞ്ജന എന്ത് ചെയ്തു? അദ്ദേഹം ആ അമ്മ കൊടുത്ത ഉപദേശങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞ സൂര്യനെ ഗുരുവായിട്ട് കാണാൻ പറയുക. സൂര്യനെ ഗുരുവായിട്ട് കാണുക. സൂര്യൻ എന്ന് പറയാൻ നമുക്കറിയാം ഈ സൃഷ്ട പ്രപഞ്ചത്തില് തന്റെ ആ പ്രഭാവം കൊണ്ട് മാത്രമാണ് ഇന്ന് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ സൂര്യദേവനെ ഗുരുവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആജ്ഞവൽക്യൻ തനിക്ക് കിട്ടിയ മന്ത്രങ്ങളെല്ലാം തന്റെ ഗുരുവിനോട് പിണങ്ങി അദ്ദേഹം പിന്നെ സൂര്യനെ ഗുരുവായിട്ട് സ്വീകരിച്ച് എല്ലാം ഒന്നുകൂടെ പഠിച്ചു. സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് ഡയറക്റ്റ് സോഴ്സ് ആണ്. അതിന്റെ ഇടയ്ക്ക് വേറൊരു മീഡിയേറ്റർ ഇല്ല. എന്ത് അറിവും കിട്ടുന്നത് ഡയറക്റ്റ് ആണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും തന്റെ സൂര്യമണ്ഡലം എന്ന് പറഞ്ഞാൽ ബോധമണ്ഡലം എന്നർത്ഥം. ആ അറിവുകളെല്ലാം തന്നെ മായയ്ക്ക് അധീനമല്ല. ഈ സൂര്യനിൽ നിന്ന് കിട്ടുന്ന അത് സൂര്യനെ ഗുരുവായിട്ട് ഒരുപാട് പേര് മന്ത്രം സ്വീകരിക്കാറുണ്ട്. കാരണം അവിടെ കലർപ്പില്ല, ഡയറക്റ്റ് എനർജി ഫ്ലോ ആണ്. അപ്പൊ എന്താ, നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ ബോധതലത്തെ അത് എന്താ പറയാ ഉണർത്താനും അത് വലുതാക്കാനും ഒക്കെ ഈ പറഞ്ഞ ഗായത്രി മന്ത്രം പോലെ സൂര്യന്റെ മന്ത്രങ്ങളെല്ലാം തന്നെ വളരെ പ്രയോജനമുണ്ട്. അപ്പൊ സൂര്യൻ എന്ന് പറയുന്ന ഒരു നിഷ്കാമ കർമ്മിയാണ്, അല്ലെ? സൂര്യൻ സ്വന്തം ആവശ്യത്തിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ലോകത്തിന് വേണ്ടി, ലോകത്തെ നിയന്ത്രിക്കാനും ലോകത്തിനെല്ലാം കൊടുക്കാനും വേണ്ടി തന്റെ 7 രശ്മികളിലൂടെ പ്രാണന്റെ പല പല ആ ഒരു പ്രത്യേക രീതിയിൽ പ്രാണന്റെ ഒരു സന്തുലിതാവസ്ഥ കൊടുക്കുകയാണ് സൂര്യൻ ചെയ്യുന്നത്. അപ്പൊ സൂര്യനെ ഗുരുവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവരുടെ പല ക്വാളിറ്റീസും നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ സൂര്യനെ ഗുരുവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കാമനായിട്ട് ഹനുമാൻ സ്വീകരിച്ചതാരാ? സ്വന്തം അമ്മയുടെ നിർദ്ദേശപ്രകാരം ഒരു നിഷ്കാമ കർമ്മിയായിട്ടിരിക്കുന്ന സൂര്യ ഭഗവാന്.
അപ്പൊ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് സൂര്യനെ സമീപിച്ചു. അപ്പൊ സൂര്യൻ എന്താ പറയണത്? ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 365 ദിവസവും തന്റെ കർമ്മം എല്ലായ്പ്പോഴും അനസ്യൂതം നടന്നില്ലെങ്കിൽ ജീവസത്ത ഇല്ലാതാകുന്നു. അതുകൊണ്ട് തനിക്ക് ഗുരുസ്ഥാനീയനായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹനുമാൻ നിരാശനായില്ല. ഉടനെ എന്ത് പറഞ്ഞു? തന്റെ പ്രവൃത്തി പദത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യനോടൊപ്പം സഞ്ചരിച്ച് താൻ ആവശ്യമുള്ളത് അഭ്യസിച്ചോളാം. സൂര്യന്റെ കൂടെ സൂര്യൻ പറഞ്ഞു, എനിക്ക് വേണ്ടി അങ്ങ് നിൽക്കണ്ട, അങ്ങക്ക് നിൽക്കാൻ പറ്റില്ല, അങ്ങ് നിന്നാൽ പ്രപഞ്ചം നിന്നു പോകും. അതുകൊണ്ട് അങ്ങയുടെ രഥത്തിൽ ഞാൻ കൂടെ ഇരുന്നിട്ട് ഒന്ന് നോക്കൂ ഹനുമാൻ ആരാണെന്ന്. സൂര്യന്റെ രഥത്തിൽ കൂടെ ഇരുന്ന വിദ്യകളെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയണം. അപ്പോ എന്താ ആ ഒരു ആദിത്യ വിദ്യ, ആദിത്യൻ, ആ ഒരു മന്ത്രങ്ങളും എല്ലാം തന്നെ ആ സൺ ഓഫ് അതിഥി എന്നാണ് പറയുന്നത്. ആ ഒരു സുപ്രീം ലൈറ്റ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഏറ്റവും ഉയർന്ന പ്രകാശം. നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന പ്രകാശത്തിനെ മാത്രം സൂര്യനായിട്ട് എടുക്കല് ആത്മചൈതന്യം, നമ്മുടെ സൂര്യമണ്ഡലം എന്ന് പറയുന്നത് ഒരു ജീവനെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, അതാണ് ഉള്ളിലെ സൂര്യൻ പ്രകാശം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ എല്ലാത്തിനും നമ്മൾ സൂര്യ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാം ചേർന്ന ഒരു സങ്കല്പമാണ് സൂര്യൻ. അപ്പൊ സാധാരണഗതിയിൽ രാവിലെ പണ്ടൊക്കെ ആളുകൾ 5 പഞ്ച ആയതന ദേവത പൂജയിൽ നമ്മൾ ആദ്യം പൂജിക്കുന്നത് പ്രത്യക്ഷ ദൈവമായിരിക്കുന്ന സൂര്യനെയാണ്. സൂര്യൻ, ഗണപതി, ദേവി, ശിവൻ, വിഷ്ണു, ഇതാണ് പഞ്ചപൂജകൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പൂജിക്കുന്ന സൂര്യനെ. കാണാൻ എന്താ ബാക്കിയുള്ള ദേവതകളൊക്കെ സങ്കല്പമാണെങ്കിൽ നമ്മുടെ ഉള്ളിലാണെങ്കിൽ പ്രത്യക്ഷ ഈശ്വരനാണ് സൂര്യൻ. അപ്പൊ ശിവൻ, വിഷ്ണു തുടങ്ങി എല്ലാവരും, അപ്പൊ ഈ ഗുരുവായിരിക്കുന്ന സൂര്യൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ആരുടെ നിന്നൊക്കെ വിദ്യ കിട്ടി? ശിവന്റെ നിന്ന് കിട്ടി, വിഷ്ണുവിൽ നിന്ന് കിട്ടി. അങ്ങനെ എന്താ ഹനുമാന് എല്ലാവരും അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരായിട്ട് മാറി. കാരണം എന്താ? ആ ഒരു ഹനുമാൻ ഈ സൂര്യന്റെ മുമ്പില് 7 കുതിരകളെ പൂട്ടിയ തന്റെ രഥത്തിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും മുന്നിൽ ഹനുമാൻ ഇരിക്കുകയാണ്. ആദ്യം പ്രാണായാമം പഠിക്കണം. പ്രാണശക്തി സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? സൂര്യനിൽ നിന്ന് നമുക്ക് ആ ഒരു സൂര്യമണ്ഡലം കഴിഞ്ഞിട്ടാണ് വായുമണ്ഡലം വരുന്നത്. ആ പ്രാണശക്തി ആദ്യം പ്രാണായാമം പഠിക്കുകയാണ് അദ്ദേഹം. ആ പ്രാണായാമം എന്ന് പറഞ്ഞാല് റിലേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ഇന്നർ എനർജി. നമ്മുടെ ഇന്നർ എനർജിയെ, നമ്മുടെ ഉള്ളിൽ പോകുന്ന പ്രാണശക്തിയെ എങ്ങനെ സംയമിപ്പിച്ച് ആ ഒരു നിയമാദികളിലൂടെ അത് വളരെ കറക്റ്റായിട്ട് ഇടാപിങ്കള നാടുകളിൽ കൂടെ എങ്ങനെ അകത്തോട്ട് സ്വീകരിക്കണം, എങ്ങനെ പുറത്തോട്ട് വിടണം എന്നുള്ളതാണ് പ്രാണനെ യമിപ്പിക്കുന്ന വിദ്യ. അപ്പൊ ആദ്യം അദ്ദേഹം പഠിക്കുന്ന എന്താ? നമ്മൾ കണ്ടിട്ടുണ്ട് ഹനുമാൻ 2 കൈയും ഒരു പത്മാസനത്തിൽ കണ്ണെല്ലാം അടച്ച് കദളീവനത്തിൽ ഇരിക്കുന്ന ഹനുമാൻ. സാധാരണഗതിയിൽ അദ്ദേഹം എപ്പോഴും യോഗം ചെയ്ത് ഇരിക്കുന്നതായിട്ടൊക്കെ. കാരണം യോഗം ചെയ്തിരിക്കുന്ന കാണാൻ കാരണം അദ്ദേഹം പ്രാണായാമത്തിലെ എക്സ്പേർട്ടാണ്. അദ്ദേഹം ആ പ്രാണായാമ വിദ്യ സൂര്യനിൽ നിന്ന് പഠിച്ചു. മാത്രമല്ല തന്റെ ഇന്നർ എനർജിയെ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ജീവിതത്തിൽ സ്പിരിച്വാലിറ്റിയിലോട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ എന്താ കാണണം? പ്രാണനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഹനുമാൻ റെപ്രസെന്റ്സ് അവർ ഓൺ സ്പിരിച്വാലിറ്റി. നമ്മുടെ ആത്മാവിനെ അറിയണ യാത്രയിൽ ഹനുമാൻ കാണിച്ചിരുന്നത് ആദ്യം തന്റെ പ്രാണനെ നിയന്ത്രിക്കൂ. അത് നമ്മുടെ ഉള്ളില്, ഈ സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ പ്രാണനെ നിയന്ത്രിക്കാൻ പറയണത്. 2 ലൈറ്റ് ഓഫ് സൂര്യന്റെ വെളിച്ചം, ആ ഒരു ലൈറ്റ് അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ശിവൻ, വിഷ്ണു രണ്ടുപേരെ റെപ്രസെന്റ്. ഇതൊരു താന്ത്രിക് മീനിങ് ആണ്. താന്ത്രിക് മീനിങ് ഓഫ് ഹനുമാൻ. ഒരു തന്ത്രശാസ്ത്രത്തിൽ ഹനുമാനെ എങ്ങനെ കാണണമെന്ന് വെച്ചാൽ ഈ ശിവനും വിഷ്ണുവിന്റെ എനർജിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ എന്നുള്ളത് ബ്രഹ്മാവിനെ കാണിക്കണം, ഫാദർ. പിന്നെ ശിവൻ എന്ന് പറയുന്ന ശിവന്റെ ക്രിയേഷൻ. ക്രിയേഷൻ അദ്ദേഹത്തിന് തന്നെയാണ് ഡിസ്ട്രോയർ. ക്രിയേഷൻ ശിവനാണെന്ന് പറയാൻ കാരണം ശിവനിൽ നിന്നുള്ള ശക്തിയാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത്. അപ്പൊ അദ്ദേഹം ക്രിയേറ്ററുമാണ്, ഡിസ്ട്രോയറുമാണ്. അപ്പൊ ഈ എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മജ്ഞാനത്തെ, ബ്രഹ്മാവിനെ കാണിക്കുന്നു. ആ പഞ്ചഭൂതങ്ങളെ കാണിക്കുന്നു. 1. 2 എന്താ? ആകാശവും വെള്ളവും. ഇത് രണ്ടും കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ NU, ഹനുമാൻ, HANU അല്ലേ, MA ആണ് വരുന്നത്. അപ്പൊ NU മീൻസ് ദാറ്റ് വിച്ച് ഇലൂമിനേറ്റ്സ്, നമ്മളെ പ്രകാശിപ്പിക്കുന്ന ശക്തി, ആ ഒരു ലൈറ്റ് കൊണ്ടുവരുന്ന ശക്തി എന്നാണ്. MAN, മാൻ ഈസ് ദ റൂട്ട് ഓഫ് മനസ്സ്, ചിത്തം. അപ്പൊ ഹനുമാൻ എന്ന് പറയുമ്പോൾ ഹനുമാൻ ബ്രഹ്മശക്തി, ബ്രഹ്മാവിനെ കാണിക്കുന്നു. എവിടെ നിന്നാണോ ഈ പറഞ്ഞ സൃഷ്ടിയുടെ പ്രഭവസ്ഥാനം അത് കാണിക്കുന്നു. NU എന്ന് പറയുന്ന ഇലൂമിനേഷൻ ആണ്. നമ്മുടെ ഉള്ളിലുള്ള ആ സൂര്യ തേജസ്, ആത്മശക്തിയെ കാണിക്കുന്നു. മാൻ എന്ന് പറയുന്നത് ചിത്തത്തെ കാണിക്കുന്നു, മനസ്സിനെ കാണിക്കുന്നു. മാ ഈസ് ഓൾസോ റെഫേഴ്സ് ടു ദ ക്വാളിറ്റി ടു തിങ്ക്, മനനം ചെയ്യാനുള്ള
ഇത്. ഒരു കുരങ്ങനാണെങ്കിലും അദ്ദേഹത്തിന് മനസ്സിന് അടിമപ്പെടുന്നില്ല. അതാണ് അവിടുത്തെ ആ ഒരു യുണീക്ക് ക്വാളിറ്റിയാണ് ഹനുമാനെ ബാക്കിയുള്ള കുരങ്ങന്മാരിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? മനനം ചെയ്യാൻ ഉപയോഗിക്കുന്നു, ഇല്ലേ? സാക്ഷാൽ ഭഗവതിയാണ് മനസ്സെന്ന് പറയുന്ന. മനഃശക്തി ആരാണ്? ദേവിയല്ലേ? ചിത് ശക്തി, ചേതനാ സ്വരൂപിണി. അപ്പൊ ഈ ഹനുമാന്റെ ഉള്ളിൽ എത്ര കാര്യങ്ങളാണ് വന്നേക്കുന്നത്? ബ്രഹ്മാവ് വന്നിട്ടുണ്ട്, ശിവൻ വന്നിട്ടുണ്ട്, ഇതിന്റെ മനസ്സിന്റെ ചിത് ശക്തിയായിട്ടിരിക്കുന്ന ദേവിയും വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഡിവൈൻ മദർ. അപ്പൊ ദാറ്റ് മീൻസ് അദ്ദേഹം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഈശ്വരീയ ശക്തികളുടെ ഒരു സമ്മേളനമാണ്. അപ്പൊ എന്താ ആ ഒരു മാൻ എന്ന് പറഞ്ഞാല്, ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പറയുന്ന ജെൻഡർ ആണ്. ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും അതിനകത്തുണ്ട്. ആ പുരത്തിൽ ശയിക്കുന്നവനായിട്ടുള്ള മഹാദേവനും മനസ്സെന്ന് പറയുന്ന സ്ത്രീ ശക്തി, സ്ത്രീ എന്ന് പറയുന്ന ശക്തിയും. അപ്പൊ ഇത് രണ്ടും തിരിച്ചറിഞ്ഞ്, തന്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞ ആ ഹനുമാൻ ലിറ്ററലി എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഓഫ് ലൈറ്റ്. അതായത് അദ്ദേഹം നമ്മളെ ആ ഒരു പ്രകാശത്തിലേക്ക് നയിക്കുന്ന ശക്തി. അതാണ് ആ ഡിവൈൻ. നമ്മുടെ ദേവി എന്താ പറയുന്നത്? ആ ഒരു ശിവനും സൂര്യനും ബ്രഹ്മാവും എല്ലാം തന്നെ ദേവിയിൽ നിന്ന് വന്നതാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഈ എല്ലാ ശക്തികളും ചേർന്ന ഹനുമാൻ എന്താ? നമുക്ക് ആ ഹനുമാന് മാത്രമേ സീത എന്ന് പറയുന്ന ആ ഒരു ലിബറേഷൻ, മോക്ഷ സാധന, അതായത് തന്റെ ഭർത്താവിൽ നിന്ന്, തന്റെ രാമനിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന് വിട്ടുപോയ സീത ആ ഒരു ഈഗോയുടെ പിടിയിലായി അശോകവനത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ തടവിൽ കഴിയുമ്പോൾ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഇതെല്ലാം കൂടെ തികഞ്ഞ ആള് ജിതേന്ദ്രിയനായിരിക്കണം, തന്റെ കർമ്മത്തിൽ തന്റെ ആത്മശക്തിയെ തെളിഞ്ഞവനായിരിക്കണം. ആ ഒരു ബ്രഹ്മാവിന്റെ ശക്തിയും ഒരു ശിവന്റെ ശക്തിയും ദേവിയുടെ ശക്തിയും കൂടെ ചേർന്ന വ്യക്തിയായിരിക്കണം. ആ ഒരാൾക്ക് മാത്രമേ ലിബറേഷൻ ഓഫ് സീത, അതായത് മനസ്സിനെ മുക്തമാക്കാൻ പറ്റൂ. ജിതേന്ദ്ര അല്ലാതെ എന്താ? രാമനെ രാജാവാക്കുന്നതും ഹനുമാനാണ്. നമ്മൾ പിന്നെ കാണുന്നുണ്ട്. അതായത് ബുദ്ധിയും മനസ്സും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് അവിടെ പട്ടാഭിഷേകം നടക്കുമ്പോഴൊക്കെ ഹനുമാൻ അവിടെ എന്താ പറയാ, ആ ഒരു നമ്മുടെ പ്രകാശമാകുന്ന രാമനെ പുറത്തു കൊണ്ടുവന്ന ആ ഹനുമത് ശക്തിയാണ്. അതായത് എങ്ങനെ രാമൻ ദുഃഖിതനായിട്ട് സീതയെ വിട്ടപ്പോ വളരെ വിഷമിച്ച് കാട്ടിൽ മുഴുവൻ അലഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ ശക്തി പോലും ക്ഷയിച്ചു പോയി. അപ്പൊ മനസ്സാകുന്ന സീതയെ ചെന്ന് കണ്ടുപിടിച്ച് ഈ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തി ഉണ്ടാക്കി ആ രാവണൻ എന്ന് പറയുന്ന ഈഗോയെ ഇല്ലാതാക്കിയിട്ട് ആ ഹനുമത് ശക്തി എന്താ ചെയ്തത്? ആ ഫുൾ ടൈം അദ്ദേഹത്തിന്റെ ദാസനായിട്ട് നിന്ന്, സഖാവായിട്ട് നിന്ന്. ഇടയ്ക്ക് പറയുന്നുണ്ട് ദാസോഹം എന്ന് പറയുന്നുണ്ട്, ചിലപ്പം പറയുന്നുണ്ട് ആത്മശക്തി കൊണ്ട് എന്താ അങ്ങയെ തന്നെയാണ്, അങ്ങയുടെ മനസ്സ് തന്നെയാണ് ഞാൻ. പക്ഷെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നോക്കണമെങ്കിൽ ത്വമേവാഹം എന്ന് പറയുന്നുണ്ട്, അങ്ങ് തന്നെയാണ് ഞാൻ. ആ മൂന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യൻ എന്താ തന്റെ ഈ മൂന്ന് തലങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ എവിടെ പെരുമാറണം എന്നറിയാം. പക്ഷെ അദ്ദേഹത്തിന് ദാസ്യഭക്തിയാണ് ഇഷ്ടം. കാരണം ഗുരുവായിട്ട് ഹൃദയത്തിൽ വയ്ക്കുന്നു, ശരീരം കൊണ്ട് ദാസനാകുന്നു, മനസ്സുകൊണ്ട് സഖാവായിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ രാമശക്തിയെ ശരിക്കും പറഞ്ഞാല് രാമൻ ആ കാട്ടിൽ അലഞ്ഞു നടക്കുന്നു. നമ്മൾ കാണുന്നുണ്ട് രാമൻ എല്ലാം പൂർണ്ണ വിഷ്ണു അവതാരമാണെങ്കിലും ദുഃഖം വന്നപ്പോ യഥാർത്ഥ മനുഷ്യനായിട്ട് മാറി തന്റെ ആത്മീയ ഭാവത്തെ അദ്ദേഹം മറന്നുപോയി. ആ രാമനെ അവിടെ നിന്ന് രക്ഷിക്കുന്നത് ആരാണ്? ഈ ഹനുമത് ശക്തിയാണ്. കൃഷ്ണനായിരിക്കുമ്പോ ധർമ്മത്തിന്റെ കൃഷ്ണനായിരിക്കുമ്പോഴേ നമുക്ക് കാണാം ഹനുമാനുണ്ട്. രാമൻ എവിടെയുണ്ടോ നമ്മൾ പറയില്ലേ ഹനുമാനുണ്ട്. കൃഷ്ണൻ എവിടെയാ? കൃഷ്ണനായിട്ടിരിക്കുമ്പോ ഹനുമാൻ അദ്ദേഹത്തിന്റെ കൊടിയിൽ ഇരിക്കുക. അദ്ദേഹത്തിന്റെ തേരിന്റെ കൊടിയിൽ ആരെ വേണമെന്ന് ചോദിക്കുമ്പോ പറയുന്നു, വേറെ ഒന്നും വേണ്ട, എനിക്ക് മാരുതിയെ മതി, വായുപുത്രൻ മതി, എനിക്ക് ഹനുമാൻ മതി. അവിടെ നടക്കുന്ന മുഴുവൻ ആ ഒരു എന്താ പറയാ യുദ്ധവും ഇദ്ദേഹം കൊടിക്കൂറയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ? അദ്ദേഹത്തിന്റെ ഗീത ഉപദേശമാവട്ടെ, ഈ പറഞ്ഞ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിൽ തേരില് കൊടിക്കൂറയിൽ അദ്ദേഹം മുഴുവനും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ പറഞ്ഞ കൃഷ്ണന് ആ ഒരു രാമാവതാരത്തിൽ എങ്ങനെയാണോ സഖാവായിട്ടിരുന്ന പോലെ എന്ത് വേണോ ഞാൻ ചെയ്യാം, അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് സദാ കൃഷ്ണന്റെ കൂടെയും ഹനുമാനെ കാണുന്നുണ്ട്. അപ്പോ മാരുതി എന്ന് പറയും, ഈ പറഞ്ഞ സീതയെ രക്ഷിക്കുന്നിടം വരെ മാത്രമല്ല നമ്മൾ ഹനുമാനെ കാണുന്നത്, സദാ. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ആ രാവണൻ എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് മൈൻഡ് ട്രാപ്ഡ് ഇൻ ഈഗോ. നമ്മുടെ ഈഗോ, നമ്മുടെ ഒരു കോൺഷ്യസ് തലം നമ്മളാണെന്നുള്ളത് മറന്ന് എപ്പോഴാ മറക്കാൻ കാരണം? ഈ രാവണനാകുന്ന ഈഗോയില് പിടിപെടുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഹനുമാനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത്, നമ്മളെപ്പോഴും ഹനുമാനെ അദ്ദേഹത്തിന്റെ എന്താ ആ ഒരു ഹൃദയത്തെ വലിച്ചു കീറി തുറന്ന് പിടിച്ചോണ്ടിരിക്കുന്നവരാണ് കാരണം നമ്മൾ കാണാറുണ്ടില്ലേ, ഭക്ത ഹനുമാന്റെ അവിടെ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന പട്ടാഭിഷേകത്തിന് ഒരു മാല കൊടുത്തപ്പോ അദ്ദേഹം ഓരോ മുത്തും കടിച്ചു പൊട്ടിച്ച് ദൂരെ എറിയ വിലയേറിയ മാലയാ സീത കൊടുക്കുന്നത്. അപ്പൊ ചോദിക്കും, എന്താ ഹനുമാൻ ഇങ്ങനെ കാണിക്കണേ? അപ്പൊ ചോദിക്കും, നിങ്ങൾ എനിക്ക് ഈ മാല തന്നു, പക്ഷെ എനിക്ക് ഇതിനകത്തൊന്നും രാമനെ കണ്ടില്ലല്ലോ, എന്റെ സീതയെ കണ്ടില്ലല്ലോ,
അപ്പൊ ഞങ്ങളിവിടെ പുറത്ത് നിൽക്കല്ലേ, ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വില കുറഞ്ഞ മാല എന്റെ കഴുത്തിൽ, എന്റെ ശരീരത്തിന് അതൊരു വെറും ഭൂഷണമാണ്, യഥാർത്ഥമായിട്ട് എന്റെ ഉള്ളിൽ എന്താ നോക്കൂ എന്ന് പറഞ്ഞിട്ട് തന്റെ ഹൃദയത്തെ രണ്ട് കൈകൊണ്ടും പൊളർന്ന് കാണിക്കുകയാണ് ആ രാമനും സീതയും. തന്റെ ഗുരുക്കന്മാര് രാമനും സീതയും എന്ന് പറഞ്ഞ എനിക്ക് എന്തിനാണ് തരുന്നത്, നോക്കൂ എത്ര ഉയർന്ന തലാണ് അദ്ദേഹത്തിന്റെ. ആ ഒരു തോട്ട് ആൻഡ് ആക്ഷൻസ് ഗൈഡഡ് ബൈ എന്താ ദേവി, ആ ദേവിയും ശിവനും തന്നെയാണ് അവരെ കൊണ്ടുപോകുന്നത്. ആ ഒരു ജിതേന്ദ്രിയനായിട്ടുള്ള നമുക്ക് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും വി ഹാവ് ടു സറണ്ടർ. ആരുടെ പാദത്തില്? തന്റെ ഹൃദയ പത്മത്തിലിരിക്കുന്ന രാമസീതമാരല്ലെങ്കിൽ ശിവപാർവതിമാര് എങ്ങനെ വേണം നമ്മുടെ ഇഷ്ട ദേവതയ്ക്ക് സറണ്ടർ ചെയ്തിട്ടായിരിക്കണം ജീവിതത്തില് ഓരോ പ്രവൃത്തിയും. അത് നന്മയെ കൊണ്ടുവരുള്ളൂ, നല്ല ദിക്കിലേക്ക് നമ്മളെ നയിക്കുള്ളൂ, നല്ല പ്രവൃത്തിയെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ ഒരു വലിയ കൺഫ്യൂഷനിലിരുന്ന രാമന് തന്റെ ആ നഷ്ടപ്പെട്ടു പോയ സീതയെ വരെ കണ്ടുപിടിച്ചു കൊണ്ട് കൊടുക്കാൻ ആ മനസ്സിന് ശക്തമാവാൻ കാരണം തന്റെ ആ ഒരു ഉറച്ച ഭക്തി, രാമനിലുള്ള സീതയിലുള്ള ഉറച്ച ഭക്തിയാണ്. അപ്പോ എന്താണ് ഒരു ഹയർ സ്പിരിച്വൽ എവല്യൂഷന് എന്താ വേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ ആ ഹനുമാനിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? അദ്ദേഹം രാമൻ തന്നെ പറയുന്നുണ്ട്, ഹനുമാനെ കണ്ടുപിടിക്കൂ. നമ്മുടെ ഉള്ളിലാണ് ഈ രാമനും സീതയും ഹനുമാനും. രാമൻ നമ്മുടെ ബുദ്ധിയാണ്, സീത നമ്മുടെ മനസ്സാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഈഗോ എന്ന് പറയുന്ന രാവണന്റെ കയ്യിൽ അകപ്പെടും. അപ്പൊ ഹനുമാൻ വേണം, നമ്മുടെ പ്രാണശക്തി വേണം, നമ്മള് ഒരു പ്രാണായാമം, പ്രാണനെ യമിപ്പിക്കണം. അത് തന്റെ ഉള്ളിലിരിക്കുന്ന പ്രാണനെ ആ അകത്തോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു ഗായത്രി മന്ത്രമാണെന്ന് തിരിച്ചറിയണം. ഹംസ സോഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്താ ആ ഒരു ഹ്യൂമൻ സോൾ, അതായത് നമ്മുടെ ജീവാത്മാവ് എപ്പോഴും ഒരു പെർഫെക്ഷന് വേണ്ടി കൊതിക്കുകയാണ് അല്ലെ? അത് യാത്ര ചെയ്യാൻ കൊതിക്കുകയാണ്. കാരണം അത് താഴെ മൂലാധാരത്തില് അടഞ്ഞു കിടക്കുകയാണ്. അതിന് ഒരു ലിബറേഷൻ വേണം, ടോട്ടൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഉള്ളിലിരിക്കുന്ന രാമതത്വവുമായിട്ട് യോജിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സഹസ്രാരത്തിലിരിക്കുന്ന ശിവതത്വവുമായിട്ട് യോജിക്കണം. ആ പ്രോസസ്സില് നമ്മളെ സഹായിക്കുന്ന ഏക വ്യക്തി ആ പ്രാണശക്തിയായിരിക്കുന്ന മാരുതിയാണ്, ഹനുമാനാണ്. ആ ഒരു എന്താ പറയുക, ഈ ഹനുമാൻ തന്നെ നമുക്കറിയാം ബോധിസത്വനായിട്ട് മറ്റേ അദ്ദേഹം ബുദ്ധൻ ജനിക്കുമ്പോൾ അവിടെ ഫുൾ ടൈം അദ്ദേഹത്തെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഹനുമാൻ ഇല്ലാത്ത ഒരു തലമില്ല. ഏത് ജന്മം വന്നാലും ഏത് അവതാരം വന്നാലും ഹനുമാൻ അവിടെ ഉണ്ടാവും. കാരണം ഈ പ്രാണനെ യമിപ്പിക്കാനുള്ള ശക്തി നമുക്ക് തരുന്നത് വായുപുത്രനായിരിക്കുന്ന ഹനുമാനാണ്. നമുക്ക് പ്രാണനില്ലാതെ, പ്രാണൻ എന്ന് പറഞ്ഞാൽ കാറ്റെന്ന് അർത്ഥമുണ്ട്. മാത്രമല്ല കാറ്റിന് ലൈറ്റിനെക്കാളും വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും. ലൈറ്റ് ആൻഡ് വിൻഡ് ഇത് രണ്ടും വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്നതാണ്. അപ്പൊ എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ദി, ആ കാറ്റിന്റെ എനർജി നമുക്ക് ലൈറ്റ് എനർജി ആയിട്ട് മാറ്റാൻ പറ്റും. കാറ്റിൽ നിന്ന് നമുക്കറിയാം ഇലക്ട്രിസിറ്റി വരെ എടുക്കുന്നുണ്ട് ഇല്ലേ? കാറ്റിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി എടുക്കുന്നത് തന്നെ. ഒരുപാട് ഇങ്ങനെ വലിയ കറങ്ങുന്ന പങ്കുകളൊക്കെ വെച്ച് വെള്ളത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ നമ്മുടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ അത് കാണിക്കുന്ന ആ ഒരു എന്താ പറയാ, മാത്രമല്ല അതെന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ആത്മാവിനെ, നമ്മുടെ ജീവാത്മാവിനെ ലൈറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങളെ ആ പറഞ്ഞ അഗ്നി ജ്വലിപ്പിച്ച് അതില് എന്താ പറയുക, ആ ഒരു കർമ്മങ്ങളെ കത്തിച്ച് കളഞ്ഞിട്ട് ലൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കാറ്റ് പോലെ, മാരുതിയെ പോലെ മുകളിലോട്ട് കൊണ്ടുവന്ന് ഓരോ ചക്രങ്ങളെ ഈ പറഞ്ഞ ജലം, അഗ്നി, അത് കഴിഞ്ഞ് വായു തത്വത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ലൈറ്റ് ആകുമ്പോൾ മാത്രമേ ഊർത്തുഗതി പറ്റൂ. അതിന് ഘനം വരുമ്പോ എന്താ, താഴെ ഗ്രോസ് ആയിട്ട് ഭൂമിയിൽ തന്നെ ഇരിക്കും അല്ലെ? നമുക്കറിയാം വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഭൂമിയിലിരിക്കും, ഘനം കുറഞ്ഞത് മാത്രമേ മുകളിലോട്ട് പോകും. അപ്പോ ശുദ്ധമാകുമ്പോ, ജീവാത്മാവ് ശുദ്ധമാകുമ്പോ, കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങള് കത്തിക്കഴിയുമ്പോ ഇത് വായുപുത്രനെ പോലെ അദ്ദേഹം സഹായിക്കും നമ്മളെ പ്രാണനിലൂടെ. ഈ പറഞ്ഞ ജീവാത്മാവ് ഉയർന്ന് ഈഗോ ഇല്ലാതായിട്ട് എന്ത് ചെയ്യും? അത് ഈതറിക് സ്റ്റേറ്റ്, ആകാശ തത്വത്തിൽ ലയിച്ച് മനസ്തത്വത്തിലോട്ട്, അതായത് ആജ്ഞാചക്രം കടന്ന് സഹസ്രാര പത്മത്തിലേക്ക് പ്രവേശിക്കും. അതിന് ഈ ഹനുമാനാകുന്ന, ഈ പറഞ്ഞ വായുപുത്രനാകുന്ന മാരുതിയുടെ ആവശ്യം ഓരോ ജീവാത്മാവിനും, ഓരോ സീതയ്ക്കും, ഓരോ മനസ്സിനുമുണ്ട്. കാരണം അവര്
മായയാകുന്ന ഒരു മണ്ഡലത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ മായാവിയെ തിരിച്ചറിയണം. ഈ മായ ഉണ്ടാക്കുന്ന മായാവിയെ, ആ മായാവിയെ തിരിച്ചറിഞ്ഞ് മായയും മായാവിയും മായ കൊണ്ടുണ്ടാകുന്ന ഈ എല്ലാ ഇൻസ്ട്രുമെന്റ്സ്, ഈ ഉപാധികളും ഈ പറഞ്ഞ മായാവിയുടെ ഇന്ദ്രജാല പ്രകടനമാണെന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തെ മനസ്സിലാക്കി അവിടെ സറണ്ടർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹനുമാന്റെ അനുഗ്രഹത്താല്, മാരുതിയുടെ പ്രാണശക്തിയുടെ അനുഗ്രഹത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ ഒരു സെൽഫ് റിയലൈസേഷൻ നമുക്കുണ്ടാകും. നമ്മുടെ ആത്മതത്വത്തെ കുറിച്ച് നമുക്കറിയും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയോളും, സീത എന്ന് പറയുന്നത് ഒരു ലോസ്റ്റ് ഇഗ്നറൻസ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മളെ ഓരോരുത്തരും നമ്മുടെ ആത്മശക്തിയെ മറന്നവരാണ്. സീത ഇന്ന് തന്റെ ആത്മശക്തിയെ മറന്നിട്ടാണ് മാനിന്റെ പുറകെ പോയത്. അതുകൊണ്ടാണ് രാമൻ ഇന്ന് ആ സീതയെ നഷ്ടപ്പെടേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ആ ട്രൂ കമ്പാനിയൻ, നമ്മുടെ കൂടെ സത്യത്തില് എപ്പോഴും ജീവിച്ചിരിക്കുന്നതും നമ്മളെ നയിക്കുന്നതും എന്താണ്? നമ്മുടെ ഇന്നർ സോൾ എന്ന് പറയുന്ന രാമതത്വമാണ്. അതിന് ആ രാമതത്വത്തിന്റെ കൂടെ നിൽക്കുന്ന, രാമതത്വത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഓരോ ജീവനെയും സഹായിക്കുന്നത് ഈ പറഞ്ഞ വീര ആഞ്ജനേയനാണ്. സോഴ്സ് ഓഫ് എല്ലാ എനർജി, സോഴ്സ് ഓഫ് കറേജ്, കോൺഫിഡൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഭയപ്പെട്ട ഒരു മനസ്സിന്, ആ മനസ്സിന് ആ ഒരു ധൈര്യം കൊടുത്തിട്ട്, വീരഭാവം കൊടുത്തിട്ട്, ഏതിലൊക്കെ കൂടെ ഭക്തിയിലൂടെ, ശക്തിയിലൂടെ, വിദ്യയിലൂടെ, സേവാഭാവത്തിലൂടെ, ബ്രഹ്മചര്യത്തിലൂടെ നിഷ്കാമ ഭാവം കൊണ്ടുവന്ന് ആ ഉയർത്താൻ സഹായിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം തന്റെ കഴിവിനെ കുറിച്ചോ തന്റെ ഇന്റലിജൻസിനെ കുറിച്ചോ തന്റെ ബുദ്ധിയെ കുറിച്ചോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇല്ലേ, അദ്ദേഹം അത് മറന്നിരിക്കുക. വേറൊരാളാണ് അദ്ദേഹത്തിനോട് പറയുന്നത്, അല്ലയോ ഹനുമാനെ, നിന്റെ ശക്തി നീ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം അത് അറിയുന്നുള്ളൂ. അതിലിങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നില്ല. നമുക്കോ അല്പജ്ഞാനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് അതറിയാം, ഇതറിയാം, മറ്റതറിയാം. ഇദ്ദേഹമാണെങ്കിലോ തന്റെ അറിവിനെ ആ ഒരു ഹമ്പിളായിട്ട്, ആ ഒരു മെസ്സഞ്ചറായിട്ട് എങ്ങനെ പോകാനും അദ്ദേഹത്തിന് മടിയില്ല. ഞാൻ വലിയ ആളാണ്, ശ്രീരാമൻ എന്ത് പറയുന്നോ ആ കർമ്മങ്ങളെല്ലാം ശിരസാ വഹിക്കാനായിട്ട്, ആ ഒരു സെർവ് ഹിം, ആ ഒരു സെർവിങ് മെന്റാലിറ്റി. നമുക്കും നമ്മുടെ കർമ്മങ്ങൾ, നമുക്ക് കിട്ടുന്ന വിദ്യയാവട്ടെ, നമുക്ക് കിട്ടുന്ന അറിവുകളാകട്ടെ, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ മനസ്സില്ലാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും നമ്മുടെ തലത്തിൽ നിന്ന് മേളിൽ പോകാൻ പറ്റില്ല. എന്തിനാണ് നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് അത് മറച്ചു വെക്കുന്നത്? ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെപ്പോലെ ആയി പോകുമോ? അവർക്ക് ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെക്കാളും മുകളിലാവുമോ? ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ശരിക്കും ആ ലോക ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആരും ആരുടെയും മുകളിലോ താഴെയോ അല്ല. പണം കൊണ്ടോ ഈ കാണുന്ന ദൃശ്യമായിട്ടുള്ള, പറയുന്നുണ്ട് ലക്ഷ്മണനോട്, ഈ രാജ്യമോ ദേഹമോ ധനമോ ഒന്നുമല്ല നമ്മളെ മുകളിലും താഴെയാക്കുന്നത്. തന്റെ ആത്മസത്തെ അറിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഗ്രഹമാണ് നമ്മളെ മുകളിലോട്ട് ഊർധ്വഗതി നയിക്കുന്നത്. അപ്പോ ആരെ സെർവ് ചെയ്യാനും, എന്ത് കമാൻഡ്, രാമന്റെ കമാൻഡ് എന്ത് ആണെങ്കിലും അത് ചെയ്യാനും ആ ഒരു ഫിയർലെസ്നെസ്, രാമൻ പറഞ്ഞ പിന്നെ കണ്ണടച്ച് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗുരുതത്വങ്ങള്, ഗുരുപരമ്പര പറയുന്നത് ശിരസാ വഹിച്ച് മുന്നോട്ട് പോവാനും. അപ്പൊ എന്താ, അഥവാ നമ്മുടെ മനസ്സ് കൈവിട്ടു പോയാലും ആ ഹനുമാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മരണഭയമില്ല. കാരണം അണിമ ഗരിമ സിദ്ധികൾ, സർവ്വ അഷ്ടസിദ്ധികളുള്ള ആളാണ് അദ്ദേഹം. നമ്മളെ അവിടെ നിന്ന് രക്ഷിച്ചോളും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. അപ്പൊ എന്താ, ഹനുമാൻ എന്ന് പറഞ്ഞാല് ആ ഒരു ഹമ്പിളായിട്ട്, എത്രത്തോളം ഒരു ഡിവോട്ടഡ് ടു രാമ, ഏത് നേരവും ആ ഒരു ചിന്ത മാത്രം, രാമനാമം ഉള്ളിടത്ത് ഹനുമാനുണ്ട്, പ്രത്യക്ഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പറയും സന്ധ്യയ്ക്ക് രാമനെ ജപിക്കല് ഹനുമാൻ അദ്ദേഹത്തെ ധ്യാനിക്കുന്ന സമയം. അങ്ങനെയൊന്നുമില്ല. ഈ 24 hours, എന്താ പറയാ, 365 ദിവസം നമ്മള് രാമനെ തന്നെ ധ്യാനിക്കണം. ആ ശിവചൈതന്യം, ശിവനും രാമനും ഒന്നും വേറെയല്ല, ഹനുമാനും ആ ചൈതന്യത്തിൽ നിന്ന് ഉൾക്കൊള്ളാനാണ് നമ്മളിപ്പോ കണ്ടു. അപ്പൊ ഇവരെല്ലാം തന്നെ ഒരേ ഒരു ആ പരമാത്മ ചൈതന്യത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനെ പല രൂപമെടുത്ത് നമ്മുടെ മായയാകുന്ന ആ ഒരു ഈ ഒരു പ്രപഞ്ചത്തിൽ വരുമ്പോ മായയിൽ നിന്ന് തരണം ചെയ്യിക്കാനാണ് ഹനുമാൻ. അദ്ദേഹം പറയുന്നു, ദേഹബുദ്ധ്യ ദാസോഹം ജീവബുദ്ധ്യ അംശോഹം ആത്മബുദ്ധ്യ ത്വമേവാഹം. അങ്ങ് തന്നെയാണ് ഞാൻ. ആ ഒരു തത്വത്തിലോട്ട് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടെത്തിക്കുന്ന അവതാരമാണ്. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി കാണും ഈ ഹനുമാൻ ആരാണെന്ന്. എന്നാലേ നമുക്ക് ഈ പറഞ്ഞ സുന്ദരകാന്ഡത്തിൽ അദ്ദേഹം ഓരോന്നാണ് എന്തൊക്കെയാണ് ചെയ്യണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അവതാരം, ഈ പറഞ്ഞ ഹനുമാനെയും നമ്മൾ അവതാരം എന്ന് പറയാനുണ്ട് അല്ലെ, രാമൻ കൃഷ്ണൻ എന്നൊക്കെ, അവരെയൊക്കെയാണ് നമ്മൾ ശരിക്കുള്ള പൂർണ്ണ അവതാരം, അംശാവതാരം എന്നൊക്കെ പറയണം. പക്ഷെ ഹനുമാനെ കൂടെ നമ്മൾ എന്താ അവതാരം എന്ന് പറയാൻ കാരണം,
അദ്ദേഹം ഡിസെൻഡ് ചെയ്തിരിക്കുക എർത്തിലോട്ട്. അതായത് ഈ ഭൂമി എന്ന് പറയുന്ന പ്ലാനറ്റിൽ അദ്ദേഹം വരാൻ കാരണം എന്താ? ഒരു സോളിനെ, ഒരു ജീവാത്മാവിനെ മായാകുന്ന ഒരു ഡെല്യൂഷൻ നമ്മളെല്ലാം എന്തൊക്കെയോ കൊണ്ട് നമ്മളെ മറച്ചിരിക്കുകയാണ്. ആ ഹിരൺമയന്റെ പാത്രം എന്നാന്ന് പറയുമല്ലോ, ആ ഡെല്യൂഷനെ ഇല്ലാതാക്കി നമ്മളെന്താ ആ ഒരു എന്തിന്റെയെങ്കിലും പിടിയിലാണ് നമ്മുടെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷിച്ച് തിരിച്ച് ഈ പറഞ്ഞ ആ ഒരു മാനിഫെസ്റ്റഡ് യൂണിവേഴ്സിൽ നിന്ന് അവരെ ഉയർത്തി തിരിച്ച് രാമന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ വന്നിട്ടുള്ള ആ തലത്തിൽ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാണശക്തിയായിരിക്കുന്ന ഹനുമാന്റെ പ്രധാന ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ഹനുമാനെ കുറിച്ച് ഇപ്പൊ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി കാണും. വന്നാൽ മാത്രമേ നമുക്ക് സുന്ദരകാന്ഡത്തിലെ ഹനുമത് തത്വമൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഹനുമാൻ എങ്ങനെ ശക്തി? ഹനുമാൻ എന്ന് പറഞ്ഞാൽ ആ പ്രാണശക്തിയാണ്. നമ്മുടെ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. മൂന്നെണ്ണ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മള് സൃഷ്ടപ്രപഞ്ചത്തിലുള്ള ഒന്ന് ഈശ്വരൻ, ഒന്ന് സൃഷ്ടപ്രപഞ്ചം, ഒന്ന് ഈശ്വരൻ, ഒന്ന് സൃഷ്ടപ്രപഞ്ചം, രണ്ടാമത്തത് സൃഷ്ടപ്രപഞ്ചം, മൂന്നാമത്തെ ജീവാത്മാവ്. മൂന്നെണ്ണേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്ന പരമാത്മാവ്, ജീവൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന ഒരു പ്രപഞ്ചം. ഇത് മൂന്നെണ്ണം. അപ്പൊ ഈശ്വരൻ പല ഭാവത്തില് ഡിസെൻഡ് ചെയ്ത് പല അവതാരം എടുത്ത് താഴോട്ട് വരികയാണ്. അതിലെല്ലാം ഈ പറഞ്ഞ ബ്രഹ്മാവിഷ്ണു തലം മുതല് ഈ പറഞ്ഞ ഒരു പ്രാണി വരെ ഉള്ളതും എല്ലാം തന്നെ എന്താ സൃഷ്ടപ്രപഞ്ചത്തില് ആ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്ന വസ്തുക്കളാണ്. ഇതിനെല്ലാം കാലഗണനയുണ്ട്. അവര് ചിരഞ്ജീവികളല്ല. ഒരു കാലം കഴിയുമ്പോൾ അവര് ഈ പ്രപഞ്ചം വിട്ടുപോകണം. രണ്ട് ശക്തികളെ ഉള്ളൂ സ്ഥിരമായിട്ട്. ഒന്ന് പ്യുവർ എനർജി എന്ന് പറയുന്ന കോൺഷ്യസ് തലം എന്ന് പറയുന്ന പ്യുവർ കോൺഷ്യസ്നെസ്, സത്ത, എക്സിസ്റ്റൻസ്, ഉണ്മ എന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് ചിത്താകുന്ന ശക്തി, ആ ഒരു ചലിക്കുന്ന ശക്തി, ദേവി എന്ന് പറഞ്ഞ ആ പ്രതിരൂപ, അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രപഞ്ചം, പ്രസവിക്കുന്നവൾ അമ്മ, ജനനി, ജനയത്രി, ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. ശ്രീമാത എന്ന് പറയുമ്പോൾ തന്നെ പ്രസവിക്കുന്നവൾ അമ്മ. അമ്മ എന്നുള്ള വാക്കിന് പ്രസവിക്കാത്ത സ്ത്രീകൾ അർഹയല്ല. സ്ത്രീകൾ പ്രസവിച്ചു കഴിയുമ്പോൾ, അതായത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി പുറത്ത് കൊണ്ടുവരുന്നവൾ അമ്മ. അപ്പൊ ഈ പ്രപഞ്ചം, ഈ കാണുന്ന കോടാനുകോടി സൃഷ്ട പ്രപഞ്ചങ്ങളുടെ ഉത്ഭവം അമ്മ, ദേവി. അപ്പൊ ഇവര് രണ്ടുപേരും പിന്നെ എന്താ ഈ കാണപ്പെടുന്നത്, ഇത് രണ്ടുമേ ഉള്ളൂ. അതിന്റെ ഒരു ആ ഒരു മിനിയേച്ചർ ഫോമാണ് ഈ കാണുന്ന വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും നാം ഓരോരുത്തരും. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അത് മറന്നു പോകുന്നതുകൊണ്ടാണ് ഹനുമാനെ പോലെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ശക്തിയെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അപ്പൊ മാത്രമേ അദ്ദേഹത്തിന് ആ ഒരു ഉള്ളിലുള്ള ശക്തിയെ മനസ്സിലാക്കി അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സമുദ്രം ചാടിക്കടക്കാനും ഒക്കെ പറ്റുന്നത്. നമ്മളും അതുപോലെ, നമ്മൾ ശിവനാണെന്നുള്ള സത്യം മറന്നിരിക്കണം. നമ്മൾ സാധനാക്രമത്തിൽ കയറുന്ന എന്തിനാ? നമ്മുടെ ആത്മശക്തിയെ അറിയാനും തന്റെ ജീവശക്തിയെ ആത്മശക്തിയായിട്ടിരിക്കണം ആ ശിവതത്വത്തിൽ ലയിപ്പിക്കാനും നമ്മൾ ഓരോരും സാധകരാണ്. ആ ഹനുമാൻ എങ്ങനെയാണ് ഒരു നല്ല സാധകനായിട്ട്, ജിതേന്ദ്രിയനായിട്ട് തന്റെ കർമ്മം അനുഷ്ഠിക്കുന്നത്, അതുപോലെ തന്റെ ഹൃദയത്തില് എപ്പോ കണ്ടാലും വേറെ ഒന്നുമില്ല അദ്ദേഹത്തിന്, ആ സീതയും രാമനും മാത്രം. അതുപോലെ നമ്മുടെ ഹൃദയപത്മത്തിലും നമ്മുടെ ഇഷ്ടദേവതയെ മാത്രം പ്രതിഷ്ഠിച്ച് ഈ രീതിയിൽ ഹനുമാനെ പിന്തുടർന്ന് ആ പ്രാണനെ യമിപ്പിച്ച് ആ ഒരു പ്രാണസാധനയിലൂടെ, ജപത്തിലൂടെ, കർമ്മങ്ങളിലൂടെ ആ ഒരു ഉയർന്ന തലത്തിൽ എത്തിച്ചേരാൻ പറ്റും. രാമൻ തന്റെ കയ്യിലെ അങ്കുലീയം പോലും ഹനുമാന് കൊടുക്കാൻ യാതൊരു മടിയില്ല. സീതയ്ക്ക് തന്റെ ചൂടാമണിയും അടയാളവാക്യം കൊടുക്കാൻ ഈ ദൂതന്, അതാണ് വിശ്വസ്തൻ എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നവൻ. എങ്ങനെ വിശ്വസിക്കാൻ? വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ വിശേഷേണ ഉള്ള ശ്വാസം എന്നാണ് അർത്ഥം. നമ്മളൊന്ന് ഓടി വരിക, ഒന്ന് ഓടിപ്പോവുക, ഓടി വരിക, അല്ലെങ്കിൽ പിന്നെ എന്താ ദേഷ്യപ്പെടുക. ഇപ്പോഴൊക്കെ നമ്മുടെ ശ്വാസത്തിന് സാധാരണ ക്രമം തെറ്റിയുള്ള ഒരു ഇതാണ് ഇല്ലേ? അത് പിന്നെ നോർമലായിട്ട് തീരും. അപ്പൊ വിശ്വാസം എന്ന് പറയണത് എന്താ? എപ്പോഴും വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ശ്വാസത്തിന്റെ ആ ഒരു ഗതിയെ നമുക്ക് കൂടുതലും കുറവെന്ന് പറയും. ഒരിക്കലും ഇതിനെ വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. ആത്മചൈതന്യം, അത് വിശ്വാസം എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ, ചിലപ്പോ ഉണ്ടാകാൻ, ചിലപ്പോ നഷ്ടപ്പെട്ടു. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ദൃഢ നിശ്ചയം, അതേ ഉള്ളൂ. അത് ആ ഉറപ്പ് എന്റെ ഹൃദയത്തില് എന്റെ രാമനും സീതയും മാത്രമേ ഉള്ളൂ. അതുപോലെ ആയിരിക്കണം ഒരു സാധകന്. അവിടെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. അത് ക്രിസ്ത്യാനിറ്റിയിലാണ് വരുന്നത്. വിശ്വാസം, വിശ്വാസികള് എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ പള്ളിയിൽ പോവും, അത് കഴിഞ്ഞിട്ട് വേറെ വേണമെങ്കിൽ അമ്പലത്തിൽ പോവും. അതുപോലെ ആവല്ലോ നമ്മള് വിശ്വാസികളല്ല. നമ്മള് ആത്മജ്ഞാനത്തിന് വേണ്ടി ആ ഒരു ദീക്ഷ എടുത്തവര്, ഏത് പരീക്ഷണങ്ങളെ നേരിട്ട് ആ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇറങ്ങി തിരിച്ചവർ. അവർക്ക് വിശ്വാസം പോരാ, ഉറപ്പ്, ദൃഢതയാണ് വേണ്ടത്.
അപ്പൊ നമ്മുടെ ആ ഹനുമാൻ എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരണം. നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് സുന്ദരകാന്ഡത്തിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ അമാനുഷികമായിട്ടുള്ള ശക്തികൾ എങ്ങനെ പ്രകടിപ്പിക്കണം, അദ്ദേഹം എങ്ങനെയാണ് ദൂത് കൊണ്ടുവരുന്നു എന്നൊക്കെ കാണാം. അപ്പൊ സുന്ദരകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി. സുന്ദരകാന്ഡം എന്ന് വെച്ചാൽ തന്നെ സുന്ദരമായത്. ഇതിന്റെ എന്താ പ്രത്യേകത? ഇതിന്റെ ഒരു സുന്ദരമായിട്ടുള്ള ഘടന തന്നെ. ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എഴുത്തച്ഛന്റെ ആ ഒരു കളകാഞ്ചി വൃത്തം എന്ന് പറയുന്നത് ഭയങ്കര സുഖമാണ് കേൾക്കാനൊക്കെ, പാരായണത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. എന്നാലും ശരിക്കും അതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിന്റെ ഒരു ഘടന തന്നെയാണ്. കാരണം ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു നായകൻ ഇതിനകത്തില്ല. നമ്മുടെ രാമൻ കംപ്ലീറ്റ് ഇതിനകത്ത് വരുന്നില്ല. രാമൻ ഇല്ലാതെ എങ്ങനെയാണ് ഇത് സുന്ദരമായതെന്ന് നമുക്ക് നോക്കാം. രാമൻ ഒരു എന്താ പറയാ, ഒരു ദൂത് കൊടുത്തയച്ച ഒരാളിന്റെ പ്രഭാവമാണ് നമ്മൾ കാണുന്നത് ഇതിനകത്ത്. അപ്പൊ സുന്ദരൻ എന്ന പദം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് അർത്ഥം. വളരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് സുന്ദരകാന്ഡത്തിലെ സുന്ദരൻ ആരാണെന്ന് വെച്ചാൽ ഹനുമാൻ തന്നെയാ. ഹനുമാനെയാണ് വിശ്വസിച്ച് ദൂത് കൊടുത്തയക്കുന്നത്, ദൂതൻ എന്ന് അർത്ഥം. പിന്നെ വേറൊരു അർത്ഥം കുരങ്ങൻ എന്നും അർത്ഥമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് സുന്ദരകാന്ഡം എന്ന പേര്. അദ്ദേഹത്തിന്റെ ആ ലീലകളാണ് ഇതിനകത്ത് വരുന്നത് മുഴുവനും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഹനുമാനാണ്. നമ്മൾ ഒരു ജീവ ആത്മാവ് എങ്ങനെയാണോ പരമാത്മാവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, അവസാനം അതിൽ എത്തിച്ചേരേണ്ടത്, അദ്ദേഹം ആലിംഗനം ചെയ്ത് ത്വമേവാഹം എന്നുള്ള സ്റ്റേറ്റിൽ എത്തണമെന്ന് കാണിക്കുകയാണ് ഈ സുന്ദരകാന്ഡം. അപ്പോ ആ കുരങ്ങൻ എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ സമ്പൂർണ്ണ സാന്നിധ്യമുള്ള ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം തന്റെ സ്വാമിയായിട്ടുള്ള രാമനിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം സ്വീകരിച്ച്, നമ്മളും അങ്ങനെയല്ലേ ജീവിതത്തിലെ ശിവന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവനായിട്ട് മാറി ഭൂമിയിൽ എത്തുന്നത്. അപ്പൊ അതുപോലെ ആ ഒരു കൊരങ്ങൻ, ആ ഒരു ബാഹ്യത്തിൽ അദ്ദേഹം കൊരങ്ങനായിട്ട് തോന്നുന്നു. പക്ഷെ രാമന്റെ അനുഗ്രഹത്തോടു കൂടി ഈ സുന്ദരൻ എന്താ ചെയ്യുന്നത്? ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന ആളെ ഈ പറഞ്ഞ സീതയെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. മനസ്സ് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഈ പറഞ്ഞ പ്രപഞ്ചത്തിലെ വർണ്ണപ്രഭാവമായിട്ടുള്ള പല പല കാഴ്ചകൾ കണ്ട് നമ്മൾ അതാണ് ഇതാണ് പലതിടത്തും നമ്മുടെ മനസ്സിനെ കൊണ്ടുവച്ച് നമ്മുടെ ഓരോന്നിലും അതിനെ കെട്ടിയിട്ട് പാശത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മനസ്സ് കാണാതായി പോയി. കാരണം ഈ പറഞ്ഞ ഒരു വലിയ പൂരത്തിന്റെ ഇടയിൽ, തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിൽ ഒരാളിനെ കാണാതെ പോയതുപോലെ ഈ പ്രപഞ്ചമാകുന്ന പല പല പ്രഭയുള്ള സാധനങ്ങൾക്കിടയിൽ നമ്മുടെ മനസ്സിനെ നഷ്ടപ്പെട്ടു പോയി. അത് എവിടെയാണെന്ന് അറിയില്ല. നമ്മുടെ ദേവി മൂലാധാരത്തിൽ വന്ന് പാവം അവിടെ ഒളിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാം? നമുക്കതിനെ അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? അതിനാണ് നമ്മൾ ഈ ദൂതനെ കണ്ടെത്തുക. ഈ പറഞ്ഞ രാമൻ, നമ്മുടെ ശിവൻ അയക്കുന്നതാണ് നമ്മുടെ പ്രാണനെ. എന്താ? അത് പ്രാണനെ യമിപ്പിക്കുക. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളു, ഈ പ്രാണൻ ഒരു ദിവസം ഒരു മിനിറ്റ് അകത്തോട്ട് പോയില്ലെങ്കിൽ ഈ പറഞ്ഞ ജഡശരീരം മാറ്റർ നിശ്ചലമായി പോകും. അത് നമ്മൾ അറിയുന്നേ ഇല്ല. വായുവിനെ കുറിച്ച് ഇങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ടെന്നും നമ്മൾ എപ്പോഴാ ഒരു സഫർക്കേഷൻ വരുമ്പോ ഇല്ലെങ്കിൽ ഒരു മാസ്ക് ഇടുമ്പോൾ മാത്രമേ അയ്യോ വായുവിന് ഒരു നിശ്ചലത നമ്മൾ അനുഭവപ്പെടും. അപ്പോഴാണ് വായു ഉണ്ടെന്ന് പോലും അറിയുന്നത്. അല്ല, ഈ വായുപുത്രൻ സദാ നമ്മുടെ കൂടെ ഉണ്ട്. പ്രാണശക്തി, ആ പ്രാണശക്തി നിന്ന് പോയാൽ നമുക്കെന്താ? നമ്മുടെ ഈ ശരീരം ജഡമാവും. ഈ ശിവനിരിക്കുന്ന മംഗളകരമായിട്ടുള്ള ശരീരം ശവമായിട്ട് തീരും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ എന്താ? ഇദ്ദേഹം തന്നെ ദൂത് വന്നാലേ നമുക്ക് സീത ഈ പ്രാണശക്തി അറിഞ്ഞിട്ട് അജപാഗായത്രിയിലൂടെ തന്റെ സോഹം ഹംസ മന്ത്രത്തിലൂടെ അതാണ് തത്വമസി എന്നിട്ട് എന്താ അത് ഉറപ്പിക്കേണ്ടത്? അഹം ബ്രഹ്മാസ്മി എന്ന് ഉറപ്പിക്കണം. അത് നമുക്ക് തരാൻ ഈ ഹനുമാന് മാത്രമേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ജിതേന്ദ്രിയനാണ്. നമ്മുടെ 10 ഇന്ദ്രിയങ്ങളും, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം പുറത്തോട്ട് തുറന്നു വച്ചിരിക്കുക, അകത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പോ ഈ പറഞ്ഞ ഹനുമാൻ ആദ്യമായിട്ട് ദൂതിന് പോവാൻ ആരുടെ അനുഗ്രഹം വാങ്ങിക്കണോ? രാമന്റെ സമ്പൂർണമായിട്ടുള്ള അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ആ ഒരു സുന്ദരൻ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നർത്ഥം. ഭാഗവതത്തിൽ നമ്മൾ ആദ്യം കണ്ടില്ലേ, ദശമസ്കന്ധത്തിൽ ഒരു ബ്രാഹ്മണൻ രുക്മിണി സ്വയംവരത്തിന് പോകുന്നത് കാണുന്നില്ലേ? അദ്ദേഹത്തിന്റെ പേരെന്താ? അദ്ദേഹത്തിന്റെ ആ ദൂതനാണ്. രുക്മിണി പറയുന്നു, അല്ലയോ കൃഷ്ണ, എന്റെ വിവാഹമാണ്, അങ്ങനെ എത്രയും പെട്ടെന്ന് ഒന്ന് രക്ഷിക്കണം. തന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ദൂതനെ വിളിച്ചിട്ട് ആ ആളുടെ പേരെന്താ? ബ്രാഹ്മണൻ തന്നെയാ. രുക്മിണിയുടെ ആഗ്രഹപ്രകാരം കൃഷ്ണനെ അറിയിക്കാൻ ദൂത് പോകുന്നതും ഇതേ സുന്ദര ബ്രാഹ്മണൻ. അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയാ, സുന്ദര ബ്രാഹ്മണൻ. അപ്പൊ ഇതുപോലെ ഈ സുന്ദരൻ ഇവിടെയും വന്നിരിക്കുക. എന്തിനാ? സീതയെ കാണാനായിട്ട്. അദ്ദേഹത്തിന്റെ അതേ രീതിയിൽ തന്നെ ദൂതും കൊണ്ട് ഇദ്ദേഹം പോവാണ്, ഹനുമാൻ പോവാണ്. ഒരു പ്രധാന വാർത്ത അറിയിക്കാൻ പോകുന്ന ആളിനെയാണ് നമ്മൾ ദൂതൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ? രാമദൂതനായിട്ട് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നതാണ് ഈ സുന്ദരകാന്ഡത്തിൽ നമ്മൾ കാണുന്നത്. ഇത് രാമായണത്തിൽ ഒരു പ്രാധാന്യം വളരെ കൊടുത്ത് കാണുന്നുണ്ട് ഈ കാണ്ഡത്തിന്.
കാരണം നമ്മളിത് പല ആഗ്രഹ സാഫല്യങ്ങൾക്കും ഇത് വായിക്കാൻ പറയുന്നുണ്ട്. പലരും പറയും സുന്ദരകാന്ഡം വായിക്കൂ, എന്തിനാണെന്ന് പോലും നമ്മൾ അറിഞ്ഞുകൂടാതെ വായിക്കുകയാണ്. സുന്ദരകാന്ഡത്തില് സുന്ദരനായ മോഹിപ്പിക്കുന്ന രാമൻ ഇല്ല. പിന്നെ ആരെയാ നമ്മൾ ഇതിനകത്ത് വായിക്കുന്നത്? നോക്കൂ, നമുക്ക് ശിവനെ കാണാൻ പറ്റുമോ? ശിവതത്വത്തെ, പരമാത്മ ചൈതന്യത്തെ കാണാൻ പറ്റുമോ? ഇല്ല. ഇതിനകത്ത് കാണുന്നതോ കുറെ രാക്ഷസികളെ കാണുന്നുണ്ട്, അഴകിയ രാവണനെ കാണുന്നുണ്ട്, ഇല്ലേ? സീത വളരെ ദുഃഖിതയായിട്ട് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്ന, അശോക ശിംശിബ വൃക്ഷത്തിന്റെ തണലിൽ ഇരിക്കുന്ന സീത, അവിടെയൊക്കെ ദുഃഖമല്ലേ നമ്മൾ കാണുന്നത്? അപ്പൊ എന്തിനാ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ഈ പറഞ്ഞ സുന്ദരകാന്ഡം വായിക്കുമ്പോൾ നമ്മളൊന്നും അതിന്റെ ചേർച്ചക്കുറവൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനകത്ത് രാമനില്ല. രാമനാമമാണ് നമുക്ക് അഗ്നിമന്ത്രമാണ്. നമ്മുടെ ഈ പറഞ്ഞ വാൽമീകിയെ പോലും, ആ രത്നാകരനെ വാൽമീകിയാക്കിയ ആ ഒരു രാമമന്ത്രം പോലും ഇതിനകത്തില്ല. പക്ഷെ ഇത് സുന്ദരകാന്ഡമാണ്. എന്താ കാര്യം? യഥാർത്ഥ ജീവാത്മ പരമാത്മ ഐക്യം ഇവിടെയാണ് നടക്കുന്നത്. ആ ഒരു ദൂത് കൊണ്ടുവന്ന ആ ഒരു ഹനുമാൻ സീതയെ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ശ്രമമാണ് അവിടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാധനാ മാർഗത്തിലെ ആദ്യത്തെ ശ്രമം നമ്മൾ ഗുരുവിനെ സ്വീകരിച്ച് സാധനാ മാർഗത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ടാണ് ഇത് സുന്ദരമാവുന്നത്. ജീവിതം സുന്ദരമാവുന്നത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല. അത് ഉറയ്ക്കണം നമ്മൾ. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു പോകും. നമ്മുടെ ധനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ ആ കാഴ്ചപ്പാട്, ചിലർക്ക് ചിലത് ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ. അവരുടെ കാഴ്ചപ്പാടാണ്, ജീവിതത്തിനോടുള്ള വീക്ഷണ കോണുകളാണ് നമ്മളെ എന്താ പറയാ ഏറ്റവും കൂടുതലും പണക്കാരനും പാമരനും ഒക്കെ ആകുന്നത്. ഉള്ളത് മതി, സന്തോഷമായിട്ട് ഒരു കുഞ്ഞു മുറിക്കകത്തിരുന്ന് സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് രാമതത്വം ഉള്ളത്. പക്ഷെ ഏത് വലിയ പട്ടുമത്തെ കിടന്നാലും 10 നില കെട്ടിടത്തിൽ കിടന്നാലും ആ മനസ്സ് എന്തൊക്കെയോ വേണം എന്ന് പറഞ്ഞിട്ട് അലഞ്ഞു നടക്കില്ലേ? ബാഹ്യമായിട്ട് എന്തൊക്കെയോ ശേഖരിച്ചിട്ട് സമൂഹത്തിന് മുമ്പിൽ താൻ എന്തോ ആണെന്ന് കാട്ടിക്കൂട്ടല്. അവിടെ നമുക്ക് സുഖമില്ല, ഒരിക്കലും ആ സന്തോഷമില്ല. കാരണം എന്താ? അത് നശിച്ചു പോകും. അത് കുറച്ചു സമയം അത് ശേഖരിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് അപ്പൊ തന്നെ അതിനോടൊരു വിരക്തി വരും. നമ്മളൊരു 10 മാസം ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കാര്യം വാങ്ങിച്ചെന്നിരിക്കും, അത് വളരെ പ്രഷ്യസ് ആയിട്ട് എത്ര കാലം നമ്മൾ സൂക്ഷിക്കും? മെറ്റീരിയൽ ആയിട്ട് ഒരു സാധനം വാങ്ങിച്ചു നോക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരി, ഇഷ്ടപ്പെട്ട ഒരു കാറ്, ഇഷ്ടപ്പെട്ട ഒരു വീട്ടുപകരണം, വളരെ സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ടി വാങ്ങിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ദിവസം, പിറ്റേ ദിവസം, മൂന്നാമത്തെ ദിവസം, ഒരാഴ്ച കഴിയുമ്പോൾ അത് പഴയതായി. മനസ്സത് മടുത്തു, ഇല്ലേ? അതാണ് സുന്ദരം എന്ന് പറയുന്നത്. സുന്ദരം എന്ന് പറഞ്ഞാൽ എവർ ലവിങ്, എവർ ലാസ്റ്റിങ്. ആ ഒരു സുഖം, ആ ഒരു മനസ്സിന്റെ സമാധാനം, സന്തോഷം, അതെവിടെ കിട്ടും? ബാഹ്യമായിട്ടുള്ള ഒന്നിലും കിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ പ്രാണശക്തി നമ്മളെ മനസ്സിലാക്കി തരുന്നത് നിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് സന്തോഷം. ഹനുമാൻ നമുക്ക് എന്താ കാണിച്ചിരുന്നത്? ഈ കാണ്ഡത്തില് രാമനില്ല, സീത തടവിലാണ്. നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആളുകൾ അതിനകത്തില്ല. പക്ഷെ ഇതിനകത്ത് പ്രധാനം സുന്ദരമായിട്ട് തീരണോ കാണ്ഡം? കാരണം നമ്മള് സുന്ദരമായതിനെ അന്വേഷിച്ച് പോവുകയാണ്. ഒരു ജീവന്റെ ആദ്യത്തെ യാത്ര, ജീവിതത്തിൽ സാധനയിലോട്ടുള്ള ആദ്യത്തെ കാൽവയ്പ്, ആ സീത എവിടെയാണ് ഇരിക്കുന്നത്? ആരുടെ തടങ്കലിലാണ്? ഈ രാവണൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഈഗോ അല്ലേ? ആ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രാണനെ ഉദ്ബോധിപ്പിക്കണം. ഇതുവരെ പ്രാണൻ വരെ ഉണ്ടോന്ന് നമുക്കറിയില്ല. ആ ഒരു തലത്തിൽ നമ്മൾ ഈ പറഞ്ഞ സാധനാ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഹനുമത് ശക്തിയെ തിരിച്ചറിയണം. എന്റെ ഉള്ളിൽ ശക്തിയുണ്ട്, എനിക്കത് തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മള് ഗുരുമന്ത്രത്തെ സ്വീകരിച്ച് സാധനാ മാർഗത്തിലോട്ട് ഇറങ്ങും. അതുകൊണ്ടാണ് ആ കാണ്ഡം സുന്ദരമായത്. അല്ലാതെ അതിനകത്ത് നോക്കൂ, നമ്മളിത് കണ്ടുപോകുമ്പോ അറിയാം, മുഴുവനും ലങ്കാദഹനവും ആ ഒരു രാക്ഷസിമാരുടെ കാര്യങ്ങളും അഴകിയ രാവണന്റെ ഭത്സനവും സീതയെ വഴക്ക് പറയുന്നതും ഒന്നുമില്ല സുന്ദരമായിട്ട് അതിനകത്ത് കാണാനായിട്ട്. രാവണന്റെ ലങ്ക എങ്ങനെ നമുക്ക് സുന്ദരമാവുന്നത്? സ്വർണം കൊണ്ട്, സ്വർണത്തിന്റെ ഭംഗി കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവൂ? അല്ല. അവിടെ ജിതേന്ദ്രിയനായിട്ടിരിക്കുന്ന ഹനുമാന്റെ പ്രക്രിയകൾ, ആ പ്രാണശക്തി, അദ്ദേഹം എന്തൊക്കെ ചെയ്യണു തന്റെ മാസ്റ്റർ, തന്റെ ഗുരുവിന് വേണ്ടി, തന്റെ രാമന് വേണ്ടി, തന്റെ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവന് ഏറ്റവും കൂടുതൽ നഷ്ടം തന്റെ ആ ഒരു ജീവത്വം, തന്റെ ശിവത്വം, തന്റെ ആ ഒരു ദേവീ തത്വം മറന്നു പോകുന്നതാണ്. നമ്മുടെ ആത്മശക്തിയെ നമ്മൾ അറിയാതെ പോവാണ്. അതുകൊണ്ടാണ് നമുക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തത്. നമ്മൾ എന്താ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്? സെൽഫിനെ നിനക്ക് ആത്മാഭിമാനം ഉണ്ടോ എന്ന് ചോദിക്കാം. ആത്മാവ് ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ അഭിമാനിക്കാൻ പറ്റുള്ളൂ. ആത്മാഭിമാനം ഇല്ലാത്തവരാണ് ഈ കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന മുഴുവൻ. ആത്മാവിനെ അറിയില്ല. ആത്മാവിന്റെ സ്വഭാവം എന്താ? നിർഗുണം, നിർജീവം, നിരാകാരം, അതിനൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലേ ആത്മാവ്. പക്ഷെ നമ്മൾ അതിനെ അറിയാത്തതുകൊണ്ട് ആത്മാഭിമാനം ഇല്ലാത്തവരായി തീരുന്നു. നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ
ബാക്കിയുള്ളവരുടെ നിന്ന് തട്ടിപ്പറിക്കാനും വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും ശ്രമിക്കുന്നു. ഒരു ദിവസം അതെല്ലാം തകർന്ന് തരിപ്പണമായി കാലമാകുന്ന പെരുമ്പാമ്പ് വന്ന് നമ്മുടെ ശരീരത്തെ വിഴുങ്ങിക്കൊണ്ടുവന്ന് വീണ്ടും കാലചക്രത്തിൽപ്പെട്ട് ജീവിതചക്രത്തിൽപ്പെട്ട് വീണ്ടും ഭൂമിയിൽ വന്ന് എന്തൊക്കെയോ നേടാൻ ഒരു എനർജി ബോഡി ഉണ്ടാക്കുന്നു. അതിൽ എന്തൊക്കെയോ നേടിയെടുക്കുന്നു. ആ എനർജി ആവശ്യമില്ലാതെ പുറത്തേക്ക് വേസ്റ്റ് ചെയ്ത് കളയുന്നു. ഹനുമാനാണെങ്കിൽ നോക്കൂ, അദ്ദേഹം കർമ്മനിരതനായിട്ടിരിക്കുമ്പോൾ മുഴുവൻ അല്ലാതെ അദ്ദേഹം എപ്പോഴെങ്കിലും കണ്ണടയ്ക്കുന്നു, കണ്ണ് തുറന്ന് ഭൂമി ഈ പറഞ്ഞ ചുറ്റുമുള്ള ആളുകളെ ഏതെങ്കിലും ഒരു ഹനുമാൻ കണ്ണ് തുറന്നിരുന്ന് ബാക്കിയുള്ളവരെ നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പടത്തില് കൊണ്ട് വീരഹനുമാനായിട്ട് നിൽക്കുന്നു, മരുത്വാമല പൊക്കിക്കൊണ്ട് നിൽക്കുന്നു, തന്റെ ഹൃദയത്തെ പൊളർന്നു കാണിക്കുന്നു, രാമനെയും ലക്ഷ്മണനെയും തന്റെ തോളിലെടുത്തോണ്ട് പോകുന്നു, അങ്കുലിയം കൊടുക്കുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം ആ പ്രപഞ്ചത്തെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കണം, കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിക്കുകയാണ് അവിടെ. അല്ലാത്ത സമയം മുഴുവനും ജിതേന്ദ്രിയനായിട്ട് കണ്ണടച്ച് സദാ രാമ 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 മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ചുറ്റും രാമമന്ത്രമാകുന്ന കവചമാണ് അദ്ദേഹത്തിനുള്ളത്. ആ താരക മന്ത്രം, അഗ്നി മന്ത്രം, അദ്ദേഹത്തിന്റെ അടുത്തോട്ട് വരുന്ന നെഗറ്റീവ്സ് ഒക്കെ ആ തീയിൽ ഹോമിക്കപ്പെടുക ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞ ഹനുമാന്റെ കവചം. ഈ ഹനുമാനാണ് എന്താ പറയുന്നത്, ഈ ഹനുമാനാണ് സീതയെ അന്വേഷിച്ചു പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സുന്ദരകാന്ഡം സുന്ദരമാകുന്നതെന്ന് ആദ്യം വായിക്കണം. എന്ത് പറഞ്ഞാലും കുറെ ജ്യോത്സ്യന്മാര് പറയുന്നത് കേട്ട സുന്ദരകാന്ഡം, ഇത് സാധകനുള്ള കാണ്ഡമാണ്. സുന്ദരമായ അവസ്ഥയെ ഒരു സാധകൻ, ദുഃഖിതനായ ഒരു സാധകൻ തന്റെ ജീവിതത്തിൽ സുഖങ്ങളെ എത്ര സുഖത്തിന്റെ പുറകെ പോയിട്ടും ദുഃഖങ്ങൾ തനിക്ക് വരുന്നു, എന്തുകൊണ്ട് ജന്മമൃത്യു ജരാവ്യാധി എന്തുകൊണ്ട് എനിക്ക് വരുന്നു എന്ന് അന്വേഷണത്തിന് വേണ്ടി നടക്കുന്ന ഒരു സാധകന് തന്റെ ആ ഒരു സാധനയിൽ പ്രവേശിക്കാൻ ആ സാധന അതിന്റെ ഉത്തുംഗ ശൃംഗത്തില് ആ ഒരു സീതയും രാമനെയും കൂടെ സംയോജിപ്പിക്കാൻ ഹനുമാൻ എന്ന് പറയുന്ന വ്യക്തി സുന്ദരന്റെ രൂപത്തില് ദൂതുമായിട്ട് പോകുന്നത്. ആ ഒരു തത്വം വേണം സുന്ദരകാന്ഡത്തിൽ കാണാൻ. അതുകൊണ്ടാണ് ഈ കാണ്ഡം സുന്ദരമായത്. ഇവിടെ എല്ലാവരും ബന്ധനത്തിലാണ്, ഇവിടെ കാണുന്നത് മുഴുവൻ നെഗറ്റിവിറ്റിയാണ്. നമ്മള് ആ ഒരു രാമന് ഇതിനകത്തില്ല. അപ്പോ ഈ പറഞ്ഞ ഹനുമാനാണ് സുന്ദരൻ. ഈ ഹനുമാൻ ഉണ്ടെങ്കിലേ, ഈ പ്രാണശക്തിയെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ജീവിതത്തിൽ സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു സാധകനെ സംബന്ധിച്ച് ആ സുഖം എന്ന് പറയുന്ന അവസ്ഥ, ആനന്ദ സ്വരൂപിണിയായിട്ടുള്ള ആനന്ദമയ ചക്രത്തിലിരിക്കുന്ന ഈ പറഞ്ഞ 9 ആവരണങ്ങൾ കടന്ന് സഹസ്രാരത്തിലിരിക്കുന്ന ആനന്ദമയ ചക്രത്തിൽ ശ്രീചക്ര സ്വരൂപിണിയായിട്ടിരിക്കുന്ന ആ ഭഗവതിയെ അറിയണമെങ്കിൽ ഈ പറഞ്ഞ പ്രാണശക്തിയാകുന്ന ഹനുമാന്റെ സഹായം നമ്മൾ ഓരോരുത്തർക്കും വേണം. പ്രാണനില്ലെങ്കിൽ നമുക്ക് ഈ ശരീരം ഇരുന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സുന്ദരകാന്ഡം ഇത്രയും സുന്ദരമായി തീർന്നത്. അല്ലാതെ പ്രാപഞ്ചികമായിട്ട് വിദേശത്ത് പോകാനോ മക്കളെ രക്ഷിക്കാനോ കുട്ടി ഉണ്ടാവാനോ ജോലിയിൽ പ്രമോഷൻ കിട്ടാനോ അല്ല സുന്ദരകാന്ഡം വായിക്കേണ്ടത്. എന്നുവെച്ചാൽ അതൊന്നും കേൾക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അത് കേൾക്കുന്ന ആളല്ല ഹനുമാൻ. നമ്മളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പ്രാപഞ്ചികമായിട്ട് പ്രപഞ്ച ബോധമില്ലാത്ത ആളാ അദ്ദേഹത്തിന്. സദാ രാമൻ രാമൻ രാമൻ, അദ്ദേഹത്തിന് അത് മാത്രമേ ഉള്ളൂ മന്ത്രം. അദ്ദേഹത്തിന്റെ ജീവനും ശ്വാസവും ശരീരവും എല്ലാം രാമനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക. അദ്ദേഹം എങ്ങനെ നമ്മുടേത് കേൾക്കും? ഈ ശരീരമായിട്ടുള്ള അദ്ദേഹത്തിനടുത്ത് നിന്ന് സാധന പുരോഗതി ചോദിച്ചു നോക്കൂ. എനിക്ക് സാധനയിൽ മുമ്പോട്ട് പോകണം ഭഗവാനെ. അല്ല ഹനുമത് ജിതേന്ദ്രിയം ബുദ്ധി മതാമരിഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എന്നെ ജിതേന്ദ്രിയനാക്കൂ, എന്റെ ബുദ്ധിക്ക് എന്റെ മതിക്ക് ആ ഒരു ബോധം ഉണ്ടാക്കി തരൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം നിമിഷം പറഞ്ഞ് നമ്മളെ സഹായിക്കും. ആ ഒരു സാധകനെ ഈ പറഞ്ഞ തോളിലേറ്റിക്കൊണ്ടു പോകും ഹനുമാൻ. അവിടെയാണ് സുന്ദരകാന്ഡത്തിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മള് ആ സുന്ദരനെ മോഹിപ്പിക്കുന്ന ആ ഒരു തലത്തിലോട്ട് നമ്മൾ പോവുകയാണ്. കാരണം മോഹിപ്പിക്കുന്ന തലം നമ്മുടെ ഉള്ളിലാണെന്ന് തിരിച്ചറിയാൻ പോവുകയാണ് നമ്മൾ. ഇദ്ദേഹം സീതയെ കാണാൻ പോവുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ആരെയാണ്? അഴകിയ രാവണനെയാണ് കാണുന്നത്. സീതയെ ശരിക്കും എന്തായിട്ടാണ് കാണേണ്ടത്? വിദ്യ പ്രപഞ്ച മാതാവായിട്ടുള്ള ഈശ്വരിയായിട്ട് തന്നെ കാണണം. അമ്മയാണ് ഈ പഞ്ചമാതാക്കളിൽ ഒരാളാണ് സീത. സീത എന്ന് പറയുമ്പോൾ മനസ്സ്, ജീവാത്മാവെന്ന് തന്നെ നമ്മൾ എടുക്കണം. അപ്പൊ ആ സീതയെ അന്വേഷിച്ച് ചെല്ലുന്നു. ആ ദർശനത്തിനായി ഓടുന്ന രാമദൂതൻ ആണ് ഹനുമാൻ. ആ തുടങ്ങുന്ന നമുക്ക് കാണാം. ഇദ്ദേഹം രാമൻ വിളിക്കുന്നു, അദ്ദേഹത്തോട് പറയുന്നു സുഗ്രീവൻ എല്ലാ ദിക്കിലോട്ടും 8 ദിക്കുകളിലോട്ടും തന്റെ ദൂതന്മാരെ അയക്കാൻ പലരെയായിട്ട് ഓരോരുത്തരും ഓരോ ഹെഡായിട്ട് എടുക്കുക. ഒരാളുടെ കൂടെ ഇത്രയും പേര്, മറ്റേ ആളുടെ കൂടെ ഇത്രയും പേര്. പക്ഷെ ഈ പറഞ്ഞ തെക്ക് ഭാഗത്തുള്ളവര് ഹനുമാൻ പറയണ ഞാൻ ഒറ്റയ്ക്ക് പോകാം. നോക്കൂ എത്ര ധൈര്യമുണ്ട്, എനിക്ക് ആരും കൂട്ടുവേണ്ട, ഞാൻ ഈ പറഞ്ഞ കടല് ചാടിക്കടന്ന് ഞാൻ പൊക്കോളാം. തെക്ക് ഭാഗം രാമൻ അറിയാം, തെക്ക് ഭാഗത്താണ് ലങ്ക, അവിടെയാണ് സീത ഉള്ളതെന്ന് പറയാം. ഹനുമാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം, പോയി ചെന്നിട്ട് ഞാൻ കണ്ടിട്ട് വരാം. ആ ആളിന്, ആ ഒരു ഹനുമാന് തന്റെ അങ്കുലിയം, വേറെ ഇത്രയും ദൂതന്മാര് പോയല്ലോ, എന്താ രാമൻ കൊടുക്കാത്തത്? രാമന് ദൃഢവിശ്വാസമുണ്ട്.
തന്റെ ആ അനുചരൻ സദാ തന്നെ സേവിക്കുന്ന, സദാ തന്റെ നാമം ഉള്ളിലുള്ള ഈ ഹനുമാന് തീർച്ചയായിട്ടും പോയ കാര്യം ചെയ്തു വരാൻ കഴിവുണ്ട്. അങ്ങനെ ഒരാളെ നമ്മൾ ആശ്രയിക്കാവൂ. നമ്മൾ ചെന്ന് ആശ്രയിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ ഒരു തലം എവിടെയാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത്? നമ്മളെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റും. നമ്മളെ ഏത് സുഖദുഃഖങ്ങൾ, അതിൽ ദുഃഖം വന്നാലും, നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോയാലും, ഞാനിന്ന് ദരിദ്രനായാലും, എന്റെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഇല്ലെങ്കിലും, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എന്റെ കൂടെ സദാ നിൽക്കുന്ന ഒരു സുഹൃത്ത്, അതാണ് നമ്മുടെ ഉറ്റ സുഹൃത്ത്, നമ്മുടെ ബന്ധു എന്നൊക്കെ പറയുന്നത്. അതാരാണ്? നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന, ഏകമായിട്ടിരിക്കുന്നത് ആരാ? നമ്മുടെ ഗുരുതത്വം, നമ്മുടെ ഭഗവതി, നമ്മുടെ അമ്മ. നമ്മളെ കൈവിടാത്തത്. ബാക്കി എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നാളെ നമ്മളെ കുറ്റപ്പെടുത്തി എന്നിരിക്കും. പക്ഷെ പോട്ടെ കുഞ്ഞെ, സാരമില്ല, നിനക്ക് നാളെ നല്ലത് വരും, ഇത് സാരമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ പാദങ്ങള് ആ അമ്മയുടെ പാദങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സദാ ശരണാഗതി ചെയ്യൂ. ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ. ശരണാഗതരെ, ദീനന്മാരെ, ആർത്തന്മാരെ പരായണം ചെയ്യിക്കുന്ന അല്ലയോ അമ്മേ, ആ പാദങ്ങളിൽ ഇതാ ഞാൻ ശരണാഗതി ചെയ്യുന്നു, അമ്മ എന്നെ രക്ഷിക്കൂ എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ എന്താ ഈ ശരിക്കും പറയാറുണ്ട്, ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഈ സുന്ദരകാന്ഡം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഭയങ്കര നല്ലതാണെന്ന്. കാരണം തുഞ്ചത്തെഴുത്തച്ഛൻ ശാപം കൊണ്ട് ഭൂമിയിൽ വന്ന ഗന്ധർവനാണെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം നന്നായിട്ട് എഴുതിയെന്നൊക്കെ. ആ ശൈലി അത്ര മനോഹരമാണ്. അപ്പൊ രാമദൂതനായ ഹനുമാൻ എന്ത് ചെയ്യുന്നു? സേതു ചാടിക്കടക്കണം. ആദ്യം സമുദ്രത്തിന് ഇപ്പുറത്തെ കരയിൽ നിൽക്കുകയാണ്. അദ്ദേഹം ചോദിക്കണു, അയ്യോ ഞാൻ എങ്ങനെ ഇത് ചാടിക്കടക്കാം, എന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ ജാമ്പവാനൊക്കെ വന്ന് പറയണം, അല്ലയോ ഹനുമാനെ, നീ എന്താണ് പറയണത്? നിനക്ക് പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? നീ വിചാരിച്ചപ്പോ നീ പണ്ട് സൂര്യനെ ഒരു പഴമാണെന്ന് കണ്ട് ചാടി പിടിച്ചവനാണ്. അങ്ങനെ ഇന്ദ്രന്റെ വെട്ടുകണ്ട് നീ ഇങ്ങനെ ഓരോന്ന് ഇദ്ദേഹത്തിന്റെ മറന്നു കിടക്കുന്ന, അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. അദ്ദേഹത്തിന് സ്വയം പുകഴ്ത്തുന്നതോ അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകളോ വേറെ ആരും പറയുന്ന ഇഷ്ടമല്ല. പക്ഷെ അത് ഉണർത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ആ കഴിവ് അതുകൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ പറഞ്ഞ ജാമ്പവാനൊക്കെ പറയുന്നു, അദ്ദേഹം അത് കേൾക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ രാമതത്വത്തെ ഉൾക്കൊണ്ട് എനിക്ക് ഈ സേതു ചാടി കടക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് എന്താ, ഇദ്ദേഹം ആ സമുദ്രത്തിൽ നിന്ന് ഒറ്റ ചാട്ടം അപ്പുറത്തേക്ക് ചാടുകയാണ്, അതിന്റെ മേളിൽ കൂടെ. പിന്നെ ഒരുപാട് പേര് കടലിൽ നിന്ന് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് ശ്രീരാമ പട്ടാഭിഷേകം കൊണ്ട് ഇത് തീർക്കാൻ പറ്റില്ല. ഉത്തരകാണ്ഡം കൂടെ കൊണ്ടുപോകണം, എന്നാലേ നമുക്ക് സാധനയിൽ പൂർണ്ണത എത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് വരുന്നവരെയൊക്കെ വിടുകയാണ്. അതിപ്പോ ചേച്ചി പറയുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ആ തത്വങ്ങളൊക്കെ പറഞ്ഞു പോവാൻ നമുക്ക്. സീതാ നിർണയത്തിനായിട്ട് ഇദ്ദേഹം എന്താ അടുത്ത ലങ്കയിലോട്ട് എത്തുകയാണ്. സീത എവിടെയാണ്? അദ്ദേഹത്തിന് ആ നിർണയിക്കാൻ പറ്റുന്നില്ല. അത് സാധനാ തലത്തിൽ നമ്മൾ എടുക്കണം. സീത എവിടെയാണ്? സീത എവിടെയാണ്? എല്ലായിടവും ഹനുമാൻ ഇങ്ങനെ നോക്കുകയാണ്. എന്റെ സീത എവിടെ പോയി? എന്റെ ആ ഗുരുപത്നി എവിടെ പോയി? എന്റെ അമ്മ എവിടെ പോയി? എനിക്ക് അമ്മയെ കണ്ടുപിടിക്കണം. വല്ലാത്ത ഒരു വിഷമം. രാമന്റെ ദുഃഖം കണ്ട് ഹനുമാന്റെ ഹൃദയം വളരെയധികം തരളിതമായിട്ട് ദുഃഖിതയായിട്ടിരിക്കണം. ആ ഒരു ദുഃഖത്തില് എവിടെ ഞാൻ എങ്ങനെ നിർണയിക്കും ഈശ്വര? ഈ ലങ്ക കണ്ടിട്ട് ഒരു ആദിയും അന്തവും ഇല്ല, എല്ലായിടും സ്വർണ്ണ നഗരി, ഇത്രയും ഐശ്വര്യമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം, ഞാൻ എവിടെ പോയി, എവിടെ ചെന്ന് എന്റെ സീതാ ദേവിയെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ ആ നിർണയത്തിന് സാധ്യമല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. കടൽ ചാടിക്കടന്ന് നേരെ നമ്മളിപ്പോ ഒരു കൊട്ടാരത്തിന്റെ മുമ്പിൽ ഇല്ലേ, ഒരു വലിയ നഗരത്തിൽ ചെന്ന് പല റോഡുകൾ പലയിടത്തോട്ട് പോകും, നമുക്കറിയില്ല. നമ്മളൊരു സഞ്ചാരിയാണ്, ഒരു പഥികനാണ്, ഏകാന്തമായിട്ട് വന്ന് നിൽക്കണം. എങ്ങോട്ട് പോകണം? ആരോട് ചോദിക്കണം? എവിടെ ഇരിക്കും? ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. ഇതാണ് ശരിക്കും ഈശ്വര സാക്ഷാത്കാരത്തിന് സാധനയിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാധകന്റെ തലവും. ഈശ്വര, ഒരു രൂപ ഇല്ല നമുക്ക് ഒരു സാധനയിലോട്ട് ഇറങ്ങുമ്പോൾ. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യും, എവിടെ പോകും, ഈശ്വരൻ എവിടെ ഇരിക്കണു, എന്തിനെ കണ്ടുപിടിക്കാനാണ് ഞാൻ പോകുന്നത് എന്നുള്ള ആ എല്ലായിടത്തും തിരയണം, അല്ലേ? അപ്പൊ തുടക്കത്തിൽ നമ്മൾ എന്തായിരിക്കും? അസ്പഷ്ടമായിരിക്കും. ആ ഒരു അസ്പഷ്ടത എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നിർണയിക്കാൻ പറ്റില്ല എവിടെയാണ്, എങ്ങനെയാണ്, ഏത് സാധനയിലൂടെ എനിക്കത് കണ്ടെത്താൻ പറ്റും അറിയില്ല. ഒരു വേവറിങ് മൈൻഡായിട്ട് നിൽക്കുന്ന ആൾ എന്താ, തന്റെ ഇഷ്ടദേവതയെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അതിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ ആദ്യം എന്താ? അസ്പഷ്ടം എന്ന് പറഞ്ഞ ഒരു തലം. നമ്മൾ സൃഷ്ടിയിൽ നോക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ കാണുന്ന എന്താ? മഹത്തത്വം. മഹത്തത്വത്തിൽ ഒന്നും നമുക്ക് കാണാൻ അവ്യക്തം. അവ്യക്തം എന്ന് പറഞ്ഞാൽ അതായത് അവിടെ പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല, പ്രകൃതിയോ പുരുഷനോ ഒന്നുമില്ലാത്ത ഒരു വലിയ ഒരു ബ്ലാക്ക് ഹോൾ, ഒരു പ്യുവർ തലം. അവിടെ നമുക്ക് നാമരൂപങ്ങളില്ല, അവിടെ നമുക്കൊന്നും നിർണയിക്കാൻ പറ്റൂല. അതുപോലെ ഈ പറഞ്ഞ നമ്മൾ സാധനയിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ ഈശ്വരന് നമ്മൾ നാമരൂപങ്ങൾ കൊടുക്കുന്നതാണ്, അല്ലെ? ഈ ശിവൻ, വിഷ്ണു എന്നൊക്കെ. അപ്പൊ അല്ലാത്ത ഒരാളിന് ഈശ്വരൻ ഏത് രൂപത്തിലായിരിക്കും? അവരോട് കൊടുക്കുന്ന ഭാവന തന്നെയാണ് ഈശ്വരന്റെ രൂപം.
ഒന്നേ ഉള്ളൂ സത്യം. ഈ സൃഷ്ടപ്രപഞ്ചത്തില് ആയിരിക്കുന്ന അമ്മയും ആ പരശിവൻ എന്ന് പറയുന്ന ശിവതത്വം, ഇത് രണ്ടിലും ബാക്കി ഏത് രൂപയും കൊടുക്കുന്നതും നമ്മുടെ ഭാവനയാണ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിത്ശക്തിയാണ്. അപ്പൊ അത് ആ ഒരു അസ്പഷ്ടത്തിൻ്റെതാണ്. നമ്മൾ ആദ്യം ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കുമ്പോ ഇങ്ങനെ നിൽക്കുക, എവിടെയാണ് അദ്ദേഹം? പക്ഷേ ദൃഷ്ടമാർത്തയെ, അപ്പൊ കണ്ടാൽ ഉടനെ എന്താ പറ്റുന്നത്? പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്ന് നമ്മൾ കണ്ടു. ആ എവിടെ കാണണം? നമ്മുടെ ഉള്ളില് മനോമുകുരത്തില് എപ്പോഴാണോ ആ രൂപം, ആ അമ്മ എന്നുള്ള ഒരു രൂപം നമുക്ക് തെളിയുന്നു, അപ്പോഴെന്താ ആ ബ്രഹ്മതത്വത്തെ അറിയാനുള്ള യാത്ര അവിടെ തുടങ്ങി. പിന്നെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ആ വ്യക്തമല്ലാത്ത യാത്രയില് പിന്നെയാണ് നമുക്ക് വ്യക്തത വന്നു ചേരുന്നത്. പിന്നെ ആദ്യം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. സാധനയിലും ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയോ കർമ്മങ്ങള് നമ്മളോട് പറയുന്ന അനുസരിച്ച് ജപിക്കുന്നു, ബാഹ്യ പൂജകൾ ചെയ്യുന്നു, പക്ഷെ നമുക്കൊരു പിടിവെള്ളിയില്ല, അറിയില്ല എത്തിച്ചേരുമോ എത്തിച്ചേരില്ലേ, നമ്മൾ അത് ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെയൊക്കെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, കുരങ്ങനെ പോലെയാണ്. പക്ഷേ ഒരിക്കല് ആ ഒരു ഗ്ലിംസ്, ആ ഒരു അമ്മയുടെ ഒരു രൂപം എങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും മിന്നി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ റൂട്ട് ക്ലിയർ ആണ്. കാരണം നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വ്യക്തതയില്ലാത്ത യാത്രയിൽ പിന്നീടാണ് ഹനുമാന് വ്യക്തത വന്നു ചേരണം. നമ്മൾ കാണുന്നുണ്ട് ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഒരിക്കലും കണ്ടിട്ടില്ല ഈ സീത എന്ന് പറയുന്ന അമ്മയെ കണ്ടിട്ടില്ല. ശ്രീരാമചന്ദ്രനെ ആദ്യം കാണുകയാണ്. നോക്കൂ, എല്ലാം വളരെ ഫസ്റ്റ് ആ ഒരു ഇതിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ രാമന് ഹനുമാനെ പറ്റി അത്രയും ഉയർച്ചയാണ്, സീതയ്ക്കും അതെ. അപ്പൊ ആദ്യം കണ്ടിട്ടില്ലാത്ത ഒരു അമ്മയെ, കണ്ടിട്ടില്ലാത്ത ഒരു സീതയെ അന്വേഷിച്ച് എന്താ തെക്ക് ഭാഗത്തുള്ള ലങ്കയിൽ ഹനുമാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷെ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ തേടി നടക്കുക തന്നെ വേണം. ഒരുപാട് നമ്മൾ എന്താ പറയാ, തേടി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് സാധനകൾ അനുഷ്ഠിക്കണം. സീതയെ ആ ഒരു ഹനുമാൻ സീതയെ അശോകവനിയിൽ കണ്ടുപിടിച്ചെങ്കിൽ അദ്ദേഹം പല വഴികളിൽ കൂടെ പോയി, പല അന്തപുരങ്ങളിൽ എത്തി നോക്കി. അവിടെ അവസാനം രാവണന്റെ പട്ടുമെത്തയിൽ ഉറങ്ങുന്ന മണ്ഡോദരിയെ കണ്ടിട്ട് ഹനുമാന് സംശയമുണ്ട്, ഇതാണോ സീത? അത്രയ്ക്ക് സൗന്ദര്യമാണ് മണ്ഡോദരിക്ക്. അപ്പോ സംശയാലുവായ ഒരു മനസ്സിന്റെ പല സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര. അപ്പോഴോ നടന്ന് ആ അന്വേഷിച്ച് അല്ലാതെ പെട്ടെന്ന് ദൂതന് പോലും ഹനുമാന് പോലും പെട്ടെന്ന് സീതയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മനസ്സിനെ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ചിശക്തി അല്ലെങ്കിൽ പ്രാണശക്തി നമ്മുടെ മൂലാധാരത്തിലാണെന്ന് കിടക്കുന്നത്. എത്ര ജന്മം കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധനയിലൂടെ അറിയുന്നത്? ആ സാധനയിലൂടെ നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞു തരുന്നു, നിന്റെ ഉള്ളിലാണ്, നിന്റെ ക്ഷേത്രം നിന്റെ ശരീരമാണ്, നിന്റെ യാഗഭൂമിയാണ്, അവിടെ യജ്ഞം ചെയ്യൂ, അവിടെ ഉഴുതുമറിക്കൂ, എന്നാൽ മാത്രമേ ആ യാഗഭൂമിയിൽ യോഗം സംഭവിക്കുകയുള്ളൂ. അവിടെയാണ് നിന്റെ ശക്തി എന്ന് അറിയണമെങ്കിൽ കുറെ കാലം നമ്മൾ സാധനയുടെ പുറകെ നടക്കണം, എന്നാൽ ഇത് ഉറക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസം വരില്ല. അതുപോലെ ഹനുമാൻ എന്ത് ചെയ്തു? വളരെ നേരം തേടി നടന്നിട്ട് അവസാനം കണ്ടുപിടിച്ചു. എവിടെ? ശിംശിബ വൃക്ഷച്ചോട്ടില് സീത ഇരിക്കുന്നു. അവിടെയാണെങ്കിലോ ചെന്നെത്തിയപ്പോ തന്നെ കണ്ട കാഴ്ച, അവിടെ അഴകിയ രാവണൻ നിൽപ്പുണ്ട്. സീതയുടെ മനസ്സിളക്കാൻ സുന്ദരമായിട്ടുള്ള വേഷം ധരിച്ച് മധുര വാക്കുകൾ പറഞ്ഞ അനേകായിരം രാക്ഷസ സ്ത്രീകളെ നോക്കൂ. ഒരു രാമൻ എന്ന് പറയുന്ന ഏകമായിട്ടിരിക്കുന്ന ചൈതന്യത്തിൽ നിന്ന്, തന്റെ ഭർത്താവിൽ നിന്ന്, നമ്മുടെ എല്ലാം ഓരോ ജീവന്റെയും ഭർത്താവ്, പതിയുടെ സ്ഥാനമാണ് ശിവന്. ഓരോരുത്തരും പാർവതിയാണ്. നമ്മുടെ ജീവാത്മാവ് പാർവതിയാണെങ്കിൽ നമ്മുടെ ഭർത്താവ് പരമാത്മാവായിട്ടിരിക്കുന്ന ശിവനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക. രണ്ടുപേരും നമ്മുടെ ഉള്ളിലുണ്ട്. രണ്ടുപേരെയും തിരിച്ചറിയൂ, രണ്ടുപേരെയും ഒരുമിപ്പിക്കൂ, ആജ്ഞാചക്രത്തിൽ അർദ്ധനാരീശ്വരനാക്കൂ. അവിടെ നിന്ന് പൂർണ്ണമായിട്ട് അവർ ഒന്നായിട്ട് സഹസ്രാരത്തിൽ വിഹരിക്കട്ടെ എന്ന് പറയാൻ കാരണം ഇത് രണ്ടും നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ചുറ്റുമുള്ളത് മുഴുവനും രാക്ഷസന്മാരാണ്, അഷ്ടവൈരികളാണ്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ, അതിന്റെ കൂടെ ഈഗോ. ഭണ്ഡാസുരൻ ഏറ്റവും വലിയ അസുരനാണ്. അത് നമ്മളെ രാവണന്റെ 10 തലകൾ പോലെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തോട്ടുള്ള ഏത് സാധകനെയും പിടിച്ച് ഏത് വലിയ തന്റെ ആ ഒരു സ്വർണ്ണ കൊട്ടാരത്തിൽ, ലംക എന്ന് പറഞ്ഞാൽ തന്നെ സ്വർണം കൊണ്ടുണ്ട്, സ്വർണ്ണമാണ്, സുവർണ നഗരിയാണ്. നമ്മൾ ഇന്ന് കാണുന്നുണ്ട് സ്വർണത്തിന്റെ ആ ഒരു പ്രാമുഖ്യമൊക്കെ. അത് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി അടച്ചിരുത്തി കളയും. ഒരു വർഷക്കാലമൊക്കെ സ്വന്തം ഭർത്താവിനെ കാണാതെ ആ രാമനെ വിട്ട് വേറിട്ട് ശുദ്ധമാകുന്നിടം വരെ. ആരുടെ കരസ്പർശനം കൊണ്ടാണോ അശുദ്ധമായത് അദ്ദേഹം മനസ്സൊന്നും അശുദ്ധമായിട്ടില്ല സീതയുടെ, എന്നാലും ആ ഒരു കൂടെ കുറച്ചു സമയം സഞ്ചരിച്ചില്ലേ, അതുപോലും പാപമാണ് എന്ന് മനസ്സിലാക്കി സീത രാമനാമം കൊണ്ട് കരയുക. അദ്ദേഹത്തെ വിളിക്കുകയാണ്, എന്താ ശുദ്ധമാക്കണം. ആ അഗ്നിയില് തന്റെ പവിത്രയായിരുന്ന സീത എങ്ങനെ ആ ഒരു പവിത്രത നഷ്ടപ്പെട്ടോ അത് മുഴുവനും ഈ അഗ്നിയിൽ ദഹിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ചുറ്റും രാക്ഷസ സ്ത്രീകളാ,
എന്താ ഈ രാക്ഷസ സ്ത്രീകൾ എന്ന് പറയുന്നത്? നമ്മുടെ ഈ പ്രപഞ്ചം എന്താണ്? നമ്മളെ ആകർഷിക്കുന്ന പല വസ്തുക്കളും വെച്ച് രാക്ഷസന്മാര്, നമ്മുടെ മാംസഭക്ഷണമാവട്ടെ, മറ്റുള്ള രീതികളാവട്ടെ, മദ്യമാകട്ടെ, എന്തും അമിതമായിട്ടുള്ളതെല്ലാം വിഷം തന്നെയാണ്. അല്ലാതെ ഈ എന്താ പറയാ, നമ്മൾ കുടിക്കുന്ന വിഷമൊന്നും അല്ല അത്. ഈ വിഷം കുറച്ച് കുറച്ചായിട്ട് കണ്ണിലൂടെ, കാതിലൂടെ, ചെവിയിലൂടെ, മൂക്കിലൂടെ എന്തും അമിതമായിട്ട് ഉള്ളിൽ പോകുമ്പോൾ അത് വിഷമാണ്. അത് തൊണ്ടയിൽ നിർത്തണം. അതുകൊണ്ടാണ് പാർവതി ദേവി ശിവന്റെ കഴുത്തി പിടിക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ? സർവനാശമാണ് ഫലം. നമ്മളെ നശിപ്പിച്ചു കളയും, നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കി കളയും. അപ്പോൾ നമ്മുടെ ചുറ്റും എപ്പോഴും രാക്ഷസ സ്ത്രീകളാണ്. അതായത് രാക്ഷസീയമായിട്ടുള്ള വികാരങ്ങളെ ഉണ്ടാക്കുന്നവര്. പണത്തിന് വേണ്ടി, സ്വർണത്തിന് വേണ്ടി നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, എന്റെ കൂടെ വരൂ, നിനക്ക് ഇത് തരാം, നീ സാധനം എന്താ, ഇതൊക്കെ പൊട്ടത്തരല്ലേ, കാണാത്ത ഒരു ഈശ്വരന് വേണ്ടി എന്ത് സാധനയാണ് നീ ചെയ്യുന്നത്, എവിടെ ഇരിക്കുന്നു, ഈശ്വരനെ കാണിച്ചു തരൂ. ഇങ്ങനെ പല രൂപത്തില് പല വേഷങ്ങൾ ധരിച്ച് നമ്മുടെ ഇഷ്ടദേവതയെ നിന്ദിക്കാൻ പോലും മടിയില്ലാത്ത ആയിരക്കണക്കിന് രാക്ഷസീയ സ്വഭാവമുള്ളവര് മാംസമൊക്കെ ഭക്ഷിച്ച് പോത്തിന്റെ പോലെ എന്താ യാതൊരു വിധത്തിലുള്ള മഹിഷാസുരനെ പോലെ തന്റെ ബുദ്ധി നശിച്ച് അങ്ങനെ നടക്കുന്ന 1000 പേരുടെ ചുറ്റിൽ വേണം സീതയാകുന്ന നമ്മുടെ മനസ്സിനെ എവിടെ കൊണ്ടെത്താൻ? സാധനയില്. നമുക്ക് ഒരു 5ഓ 10ഓ പേരെ കാണുള്ളൂ സാധനയില്. അവർക്ക് തന്റെ മനസ്സിനെ എത്തിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം നമ്മൾ ഈ പറഞ്ഞ സൃഷ്ട പ്രപഞ്ചത്തിലിരിക്കുന്ന ബാഹ്യമായിട്ടിരിക്കുന്ന എൻറ്റിറ്റികളുമായിട്ടാണ് ദിവസവും ബന്ധപ്പെടേണ്ടത്. പല രീതിയിൽ ഫ്രണ്ട്സ് ആയിട്ടായിട്ടും റിലേറ്റീവ്സ് ആയിട്ടും ബന്ധുക്കളായിട്ടും നമ്മളെ ഓരോ തലത്തിലും നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ രാക്ഷസീയ സ്വഭാവം നമ്മുടെ സാധനയില് നമ്മളെ ഒരു പടിക്ക് പോലും മോളിൽ കൊണ്ടുപോകാത്ത ആളുകളുമായിട്ടാണ് നിരന്തരം 24 hours ഫോണിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് എങ്ങനെ വരും? താഴോട്ട് വരും. തീർച്ചയായിട്ടും. നമ്മൾ സീതയല്ല. സീത എന്താ? സീത തന്റെ കാലുകൾക്കിടയില്, തന്റെ ഇടയിൽ തന്റെ മുഖത്തിനെ ഒളിച്ചു വെച്ച് രാമമന്ത്രം ജപിച്ചോണ്ട് ഇരിക്കുന്ന സീത. നമുക്ക് അങ്ങനെ പറ്റുമോ? നമ്മൾ പറയും ജീവിതമല്ലേ, അവരുമായിട്ട് ഇടപെടണ്ടേ, നമുക്ക് അവരെ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പല എക്സ്ക്യൂസും നമ്മൾ ന്യായീകരണങ്ങളും നടത്തും. പക്ഷെ ഒരു ന്യായീകരണവും നമ്മുടെ സാധനയ്ക്ക് വിഘാതമാവല്ല ഒരിക്കലും. അതാണ് ഇതിൽ കാണിച്ചു തരുന്നത്. സുന്ദരമായിട്ട് വേഷം ധരിച്ച് സുന്ദരമായിട്ട് സംസാരിക്കുന്നവരൊന്നും നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്നവരോ അല്ല. ഹനുമാനെ പോലെ ഒരു ജിതേന്ദ്രിയനെ, ഒരു കുരങ്ങന്റെ വേഷമാണെങ്കിലും അദ്ദേഹത്തിന്റെ രൂപം ഒരു മനുഷ്യന്റെ വേഷം അല്ലെങ്കിൽ പോലും ആ സീതയെ അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ള ആളാണ് ഹനുമാൻ. അപ്പോ നമ്മള് എന്താ അവിടെ കാണുന്നത്? സീതയുടെ മനസ്സ് ഇളക്കാനായിട്ടാണ് എന്താ മധുര വാക്കുകൾ ഓതുന്നു. ഈ പറഞ്ഞ അനേകം രാക്ഷസ സ്ത്രീകളെ ഈ സുന്ദരവേഷം ധരിച്ചു വന്നിരിക്കുന്ന അഴകിയ രാവണൻ, നമ്മൾ പറഞ്ഞിട്ടില്ലേ, അവനെ കണ്ടില്ലേ ഒരു അഴകിയ രാവണൻ. യഥാർത്ഥമായിട്ടുള്ള തന്റെ സ്വരൂപത്തെ മറച്ചു വെച്ചുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ധാടി മോടികളെ പ്രകടിപ്പിച്ച് എന്തോ അനാവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ ചില സ്ഥലത്ത് നമ്മളൊരു മോഡസ്റ്റി എന്ന് പറയില്ലേ, എവിടെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് ഇല്ലേ? ഒരിടത്ത് ഒരു അധ്യാപകൻ എങ്ങനെ പെരുമാറണം കുട്ടികളോട്, ഇല്ലെങ്കിൽ ഒരു സാധകൻ എങ്ങനെ പെരുമാറണം, ഒരു വീട്ടമ്മ, ഒരു ഭാര്യ, നമ്മൾ ഇടപെടുന്ന ഓരോ സമൂഹത്തിലിരിക്കുന്ന ഓരോ ഒക്കേഷൻ അനുസരിച്ച് പെരുമാറുക. ഒരു മരണ വീട്ടില് ഫുൾ ആഭരണം ഇട്ട് പട്ടുസാരി ഉടുത്തോണ്ട് പോകുന്ന ഒരു സ്ത്രീ എങ്ങനെ ഇരിക്കും? നമ്മൾ അവരെ എങ്ങനെ വിലയിരുത്തും? സ്വന്തം അച്ഛൻ മരിച്ചിരിക്കുകയാണ്, പട്ടുസാരി ഉടുത്ത് ആഭരണങ്ങൾ ഇട്ട് ആളുകളെ റിസീവ് ചെയ്യുക, അവിടെ എങ്ങനെ ഇരിക്കും? ഔചിത്യപരമായിട്ട് പെരുമാറാത്തവരാണ് നമ്മൾ അഴകിയ രാവണൻ എന്ന് പറയുന്നത്. അവർ ഇതിലാണ് വിശ്വസിക്കുന്നത്, ബാക്കിയുള്ളവർ ഇതിനെയാണ് ജഡ്ജ് ചെയ്യുന്നതെന്ന് അവരുടെ വിചാരം. നമ്മളൊക്കെ ഒരു അധ്യാപകൻ എപ്പോഴും മോഡസ്റ്റ് ആയിട്ടിരിക്കുക അല്ലെ? ഒരു സാധകൻ എപ്പോഴും ആ സാധനയിൽ ശ്രദ്ധിച്ച് തനിക്ക് അതിനനുസരിച്ചുള്ള ഇണങ്ങുന്ന വേഷങ്ങൾ, തനിക്ക് ഇണങ്ങാത്ത ചായക്കൂട്ടുകളെല്ലാം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ അഴകിയ രാവണൻ എന്ന് പറയുന്നത്. ഇദ്ദേഹമോ രാക്ഷസനാണ്, 10 തലയുണ്ട്, എല്ലാമായിട്ട് എന്താ പട്ട് വസ്ത്രമൊക്കെ ഉടുത്ത് ഒരുപാട് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പൂശി ഒരു സ്ത്രീയെ മോഹിപ്പിക്കാൻ എന്തൊക്കെ ഭയങ്കര അതിസുന്ദരനാണ് രാവണൻ. എല്ലാ കലകളിലും എന്താ പറയാ വളരെ പ്രാവീണ്യമുണ്ട്, സാമവേദിയാണ്, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇയാളുടെ വിചാരം ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെയാണ് ആകർഷിക്കുന്ന. ഒരു സ്ത്രീക്ക് നിസാരം, സ്ത്രീ അബല, വെറും ചബല എന്നൊക്കെ പറയില്ലേ, മനസ്സ് ഒട്ടും ബലമില്ലാത്തവള്, അതാണോ നമുക്ക് വേണ്ടുന്ന ഒരു ഡിഗ്രി? മനസ്സിന് ബലമില്ല, എന്താ പറയാ, വളരെ എന്ത് പറഞ്ഞാലും സങ്കടപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയല്ല ഒരിക്കലും. സാധനയിൽ അത് നമുക്കൊരു ഭൂഷണമേ അല്ല. ഏത് സുന്ദര വേഷം ധരിച്ച ഏത് വ്യക്തി, ഏത് വിഷയവും ആവട്ടെ, വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് ഭോഗിക്കാനുള്ള വിഷയങ്ങൾ, നിനക്ക് അത് വേണോ, ഇത് വേണോ, അതോ നിന്റെ സാധന വേണോ, ഏതും അമിതമാവാതെ ആ ഭോഗങ്ങളെല്ലാം ദേവി തന്നതിനെ സന്തോഷമായിട്ട് നമ്മൾ ഭുജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളും മാത്രം സ്വീകരിക്കാതിരിക്കുക. അപ്പോ ഈ പറഞ്ഞ എന്താ, ഇദ്ദേഹം വന്ന്
സുഗന്ധദ്രവ്യങ്ങളും പൂശി ഭയങ്കര സുന്ദരനായിട്ട് വന്നു നിന്ന് വാക്കുകൾ ഓരോന്ന് ആ സദാ ദുഃഖം കൊണ്ട്, ഒരു സ്ത്രീയുടെ അടുത്ത് ദുഃഖമായിട്ടിരിക്കുമ്പോ എന്ത് പറയണമെന്ന് പോലും ഒരു ഔചിത്യം ഇല്ല. ഒരു സ്ത്രീ ദുഃഖിച്ചിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ വിട്ടുവന്നിരിക്കുകയാണ്, പിടിച്ചുകൊണ്ട് വരിക ബലാത്കാരമായിട്ട്. ഇന്നാണെങ്കിൽ എല്ലാരും ഇറങ്ങിപ്പോവുക ചെയ്യുന്നത്, ഇല്ലേ? ഭർത്താവ് ഉണ്ടെങ്കിലും സ്ത്രീകൾ ഫോണിൽ കണ്ടാലും ഫേസ്ബുക്കിൽ കണ്ടാലും പിറ്റേ ദിവസം അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. അവർക്കൊന്നും ദുഃഖമില്ല. പക്ഷെ സീതയോ പിടിച്ചുകൊണ്ട് ഒരു ചെറിയ ഒരു മാനില് മോഹിച്ചു പോയി. അത് ഭർത്താവിനെ പറഞ്ഞയച്ചു. ആ ഒരു തെറ്റ് മാത്രമേ ആ അമ്മ ചെയ്തുള്ളൂ. പക്ഷെ അതിന്റെ ശിക്ഷ അതിഭയങ്കരമായിട്ടാണ് അനുഭവിക്കുന്നത്. ഇത്രയും രാക്ഷസ സ്ത്രീകളുടെ ചുറ്റും ഈ പറഞ്ഞ അഴകിയ രാവണനും വന്നു നിന്ന് അവരോട് എന്താ പറയുന്നത്? രാവണന്റെ തന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയാൻ ആ ചുറ്റും നിൽക്കുന്ന രാക്ഷസിമാരോട് പറയൂ, അത് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ എന്താ വൈശ്രവണന്റെ മകനാണ്, മറ്റൊന്നാണ്, രാവണനാണ്, ഈ ലങ്ക സ്വർണമാണ്, എന്ത് സുഖഭോഗം വേണമെങ്കിലും കൊടുക്കാൻ കഴിവുള്ളവനാണ്, ഞാൻ എന്ത് വേണോ കൊടുക്കാം, നീ എവരുടെ മനസ്സിനെ ഒന്ന് മാറ്റൂ എന്ന് പറയുകയാണ് ഈ പറഞ്ഞ അഴകിയ രാവണൻ. പക്ഷെ സീതയാവട്ടെ ആ പതിവ്രത രത്നമായിട്ട് അതായത് ദുഃഖം സഹിക്കാൻ വയ്യ, രാമനെ വിട്ട് ഓരോ ദിവസവും ഈ കാഴ്ചകൾ കാണുമ്പോൾ സൂചി കുത്തി തറയ്ക്കുന്ന ദുഃഖമാണ്. രാമനില്ലല്ലോ എന്റെ കൂടെ, എനിക്ക് തലചായ്ക്കാൻ ഒരു എന്താ പറയാ ഒരു പാദമില്ലല്ലോ, വിളിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാക്ഷസരുടെ നടുവിൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ, എങ്ങനെ ഭയക്കാതിരിക്കും? ആരുമില്ല, ഒറ്റയ്ക്ക്. ഇത് തന്നെയാണ് നമ്മുടെ സ്ഥിതി. നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാണ്. അത് എപ്പോഴും ആലോചിച്ചോളണം. ചുറ്റും കാണുന്നവരൊന്നും പെട്ടെന്ന് ഈ പറഞ്ഞ മായ പോലെ ഡിസപ്പിയർ ചെയ്യും. നമുക്കൊരു വിഷമം വരുമ്പോ ആലോചിച്ച് നോക്കൂ, ഏത് സമയത്തും നമ്മുടെ ഇഷ്ട ബന്ധുക്കൾ മരിക്കുക, കുറെ പേര് വന്ന് വലിയ ചരമം, അങ്ങനെയാണ് നിനക്ക് ദുഃഖം. നമ്മളാണ് അവിടെ ഒറ്റപ്പെടുന്നത്. നമ്മുടെ കൂടെ ഉള്ളവർ നഷ്ടപ്പെടുമ്പോൾ നമ്മളാണ് അവിടെ തനിച്ചാവുന്നത്. നമുക്ക് തലചായ്ക്കാൻ നമുക്കൊരു കൈയില്ലാതെ പോകുന്നത് നമുക്കാണ്. ഈ പറയുന്നവർക്കൊന്നുമല്ല. അവരവിടെ വന്ന് സമയം കളയാനും എന്താ തമാശ പറഞ്ഞ് രസിക്കാനും നമ്മുടെ ദുഃഖത്തില് അനുശോചനം എന്നുള്ള ഭാവത്തിൽ അവരവിടെ എന്തൊക്കെയോ ജയിക്കുകയാണ്. വെച്ചാൽ ഇവൻ ഇത്രയും വേണ്ടിയിരുന്നു എന്നുള്ള ഒരു, എത്ര പേരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കള്? വയറലിൽ ഉണ്ടാവുന്ന 1-2 പേരെ കാണുള്ളൂ. ആരും നമ്മുടെ സുഖത്തിൽ 1000 പേര് കാണും. നമ്മൾ സിനിമാ പാട്ട് തന്നെ ഇല്ലേ, സുഖം വരുമ്പോൾ 1000 പേര് കാണും, ദുഃഖം വരുമ്പോ എന്താ തന്നിഴൽ മാത്രം കൂടെ വരും. എനിക്കറിയില്ല, പാട്ടിനെ മറന്നുപോയി. അപ്പൊ നമുക്ക് ദുഃഖം വരുമ്പോ നിന്റെ നിഴലും നീയും മാത്രം, സുഖം വരുമ്പോഴോ ഈ പറയുന്നവരെല്ലാം നമ്മുടെ കൂടെ കാണും. അപ്പോ ഈ സീത വിചാരിക്കുന്നു, എന്റെ രാമൻ, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ ഉപാസന, എന്റെ ദേവി ഏത് ദുഃഖത്തിലും എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ് ആ സീത. ഞാൻ അത് വിട്ടുകളഞ്ഞല്ലോ അമ്മേ, എനിക്ക് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ രാമാന്ന് മുഖമമർത്തി, തന്റെ കാലിൽ മുഖമമർത്തി ആ പതിവ്രത കരയാണ്. കുലസ്ത്രീകൾ സാധാരണ അന്യപുരുഷനെ ദർശിക്കാറില്ല. രാവണൻ വന്ന് എന്തെല്ലാം പറയുന്നു. ആ സീതയോട് പറയണ, രാമന് ഇനി രാജ്യമില്ല, അല്ലയോ സീത? ആദ്യം ഭയങ്കര സ്നേഹത്തിൽ സാമദാന ഭേദദണ്ഡമാണ് രാവണൻ ചെയ്യുന്നത്. ആദ്യം സീതയോട് പറയണ, നിന്റെ രാമൻ ഇന്ന് രാജ്യമില്ല സീതെ, നിന്റെ രാഘവൻ ഇനി ഒരിക്കലും നീ കണ്ടെത്തില്ല. ഈ സങ്കേതം ലോകത്ത് ഒരു മനുഷ്യർക്കും ഈ ലങ്കയെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ലങ്കയ്ക്കകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം ലങ്കാലക്ഷ്മി അവിടെ ആ ഒരു ഗേറ്റില്, ലക്ഷ്മി ദേവി വരെ അവിടെ നിൽക്കുക. ആ രാജ്യലക്ഷ്മിയായിട്ടുള്ള ദേവിയെ കാവൽ നിർത്തിയിരിക്കുക. അത്ര ഉയർന്ന തലമാണ് രാവണൻ. ഇവിടെ കയറാൻ ആർക്കും പറ്റില്ല. ആ ഹനുമാൻ കയറിയപ്പോ ലങ്കാലക്ഷ്മി നമസ്കരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നീ എന്റെ അധീനതയിലാണ്, എല്ലാ തരത്തിലും എന്നെ പ്രാപിക്കുകയല്ലാതെ രാമനെ കണ്ടു കിട്ടാൻ പോകുന്നില്ല. നോക്കൂ, ഈഗോ പറയുകയാണ്. ഈ സമയത്ത് രാവണൻ എന്താ പറയാ, ഒരുപാട് പുച്ഛവാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു. സീതയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ദേവി എന്ത് ചെയ്തു? ഒരു പുല്ലെടുത്ത് അവരുടെ ഇടയിൽ ഇങ്ങനെ ഇട്ട്, മുഖത്ത് നോക്കണില്ല, ഒരു പുല്ലെടുത്തിട്ടിട്ട് പറയണം, നിന്റെ ദുഷ്ടചിന്തകള് മാറ്റിക്കോളൂ രാവണ. ഏകപത്നി വ്രതനായ രാമന്റെ ധർമ്മപത്നിയാണ് ഞാന്. അഗ്നി സാക്ഷിയായിട്ട് വിവാഹം കഴിച്ചതാണ് എന്നെ കുറിച്ച് തെറ്റായി ചിന്തിച്ചാൽ പോലും അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. അപ്പോ എന്തായിരുന്നു അഗ്നി സാക്ഷിക്കൊക്കെ ഇത്ര പ്രാധാന്യം? അഗ്നി സത്യമുള്ളതാണ്. ലോകം ഉള്ളിടത്തോളം കാലം അഗ്നി ഉണ്ടായിരിക്കും. അഗ്നിക്ക് മാത്രമേ സത്യം നമുക്ക് ബോധിപ്പിക്കാൻ പറ്റൂ. അഗ്നിയിലാണ് ഹോമിക്കുന്നത്, അഗ്നിയിലാണ് ദേവന്മാർക്ക് ഹവിസ് കൊണ്ട് ചെല്ലുന്നത്. അഗ്നി എല്ലാത്തിനും സാക്ഷിഭൂതമാണ്. ഇന്ന് ഈ സൃഷ്ടപ്രപഞ്ചത്തില് നമ്മുടെ ഓരോ ശരീരവും ഉണ്ടാകാൻ അഗ്നി വേണം. ആ അഗ്നി തത്വത്തിൽ ജനിക്കുന്ന ശരീരം തിരിച്ച് അഗ്നിയില് അന്ത്യേഷ്ടി കർമ്മത്തിലൂടെ അഗ്നിയിൽ ദഹിച്ചു പോകുന്ന ശരീരം. അപ്പൊ പ്രപഞ്ചത്തിന്റെ സാക്ഷി ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുന്നത് കണ്ട ഏക വ്യക്തിത്വം അഗ്നിയാണ്. അതുകൊണ്ടാണ് അഗ്നിക്ക് ഇത്ര പ്രാധാന്യം. അപ്പോ രാമൻ എന്നെ വിവാഹം കഴിച്ചത് ധാർമ്മികമായിട്ടാണ്. ഈ അഗ്നിയെ സാക്ഷി നിർത്തിയിട്ടാണ് എന്നെ വിവാഹം കഴിച്ചത്. അദ്ദേഹം ഏകപത്നി വ്രതനാണ്. ഒരു കാലത്തും നിന്റെ ഉദ്ദേശം നടക്കില്ല രാവണ. അതുകൊണ്ട് നീ ഇത് മാറ്റി വെക്കൂ. നിന്റെ ഈ വിചാരം നീ മാറ്റി വെച്ചില്ലെങ്കിൽ ഇതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും.
രാവണൻ എന്താ വീണ്ടും അയാള് എന്താ ഒരു അഴകിയ രാവണൻ ലേഖ ബുദ്ധി ഉണ്ടോ? അയാൾ വീണ്ടും വീണ്ടും തന്റെ മഹിമകള് താൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഇതാണ്, കാറ് കൊടുക്കാം, മറ്റത് കൊടുക്കാം, സ്വർണം കൊടുക്കാം, എല്ലാം ഇങ്ങനെ വീണ്ടും 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 വർണ്ണിക്കുകയാണ്. അപ്പോഴെല്ലാം സീത കുനിഞ്ഞ് തന്റെ മുട്ടുകൾക്കിടയിൽ മുഖം മറച്ച് ഒരു നോക്ക് രാവണനെ ഇത്രയും വന്നു നിന്ന് പ്രസംഗിക്കുകയാണ്. ഒരു നോക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചാൽ ദുഷ്ടനാണ്. ആ ഒരു സ്ത്രീ പതിവ്രത രത്നം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ അപ്പൊ തന്നെ അയാൾ ചാമ്പലായി പോകും. അതുകൊണ്ട് സീത എന്ത് ചെയ്യുന്നു? താൻ ആ ഒരു ദുഃഖത്തോടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ എന്ത് സംഭവിക്കുന്നു അറിയാം. സീതയ്ക്ക് നോക്കുന്നില്ല. ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാതെ എന്താ ആ ഒരു തന്റെ ആത്മാവിനെ മറയ്ക്കണം. ശരിക്കും പറഞ്ഞ രാവണൻ ചോദിക്കുന്നത് എന്താണ്? നിന്നെ എനിക്ക് വേണം എന്നാണ് ഇല്ലേ? ആ ചോദിക്കുന്ന അപ്പൊ നിന്നെ മറച്ച്, അപ്പൊ അതായത് ഈ മുഖം മറച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്താ? മുഖം മറയ്ക്കുക, ആരും കാണാത്ത രീതിയിൽ ഇരിക്കുക. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദേവി എവിടെയാ ഇരിക്കുന്നത്? നാൻമറയ്ക്കുള്ളിൽ അല്ലെ? ആ വേദ തത്വങ്ങളാകുന്ന നാല് മറകള്, മൂന്ന് എന്താ പറയാ ഗ്രന്ഥികള്, 5 കോശങ്ങള്, ഇതിനകത്ത് തന്നെ മറച്ചിരിക്കുന്ന ദേവി. നമ്മുടെ ഉള്ളിലും അങ്ങനെ തന്നെ ഈ ശരീരത്തിനകത്തിരിക്കും. തന്റെ ആത്മസ്വരൂപത്തെ മറച്ചുകൊണ്ട്, തന്റെ ഈശ്വര തത്വത്തെ മറച്ചുകൊണ്ട് എന്തിരിക്കുന്നു? ഈ ശരീരം ഇരിക്കുന്നു അല്ലെ? ആ ഒരു ഈശ്വരനെ നമ്മൾ എവിടെ വെളിയിൽ അന്വേഷിച്ചു പോയാൽ കിട്ടുവോ? ഒരിക്കലും ഇല്ല. അത് എവിടെ അന്വേഷിക്കണം? തന്റെ ഉള്ളില്. സീത അതാ തന്റെ ഉള്ളിലോട്ട് നോക്കി രാമ വെളിയിൽ നോക്കുമ്പോ ഈ രാക്ഷസീയ ഭാവമാണ് നിൽക്കുന്നത്, ഈ അഴകിയ രാവണൻ. അപ്പൊ സീത യഥാർത്ഥത്തില് രാമനെ തന്റെ ഉള്ളില് അത്രയും ദുഃഖിച്ചു. വിഷമം വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്. അതുപോലെ സീത, ഈശ്വര എനിക്കിത് കാണാൻ വയ്യ, എന്റെ ചുറ്റും ഈ രാക്ഷസ സ്ത്രീകളും ഈ പറഞ്ഞ രാവണനും വന്ന് നിൽക്കുന്നല്ലോ, രാമ എവിടെയാണ് നീ എന്ന് പറഞ്ഞ് ആ ഇന്ദ്രിയങ്ങളെ ഭേദിച്ചുകൊണ്ട്, തന്റെ പഞ്ചകോശങ്ങളെ ഭേദിച്ചുകൊണ്ട്, തന്റെ ഉള്ളിലിരിക്കുന്ന രാമനുമായിട്ട് കരഞ്ഞുകൊണ്ട്, ഏത് ജീവനാണോ ആ ഒരു ശിവനെ കരഞ്ഞ് കേള് വിളിക്കുന്നത്, ശിവന് വരാതിരിക്കാൻ പറ്റില്ല. ആ പരമാത്മാവിന് തിരിച്ച് ആ ശക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് സാധനയുടെ ലക്ഷ്യം. നമ്മൾ കരഞ്ഞു പറയണം, അമ്മ എന്നെ രക്ഷിക്കൂ, അമ്മ ഈ ശരീരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ, ഈ ജഡത്തിൽ നിന്ന്, ഈ മായയാകുന്ന പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ പുരത്തിൽ നിന്ന് എന്നെ അമ്മ രക്ഷിക്കൂ എന്ന് പറയണ ഒരു ജീവാത്മാവിനെ ഉറപ്പാണ് അമ്മ കൊണ്ടുവന്ന ആ ഉയർത്തും ചേർക്കും. അതിന് സംശയമില്ല. അതാണ് മോക്ഷ പദവി എന്ന് പറയുന്നത്. അതുപോലെ ഈ ദേവി എന്താ? രാമനെ കുറിച്ച് ഈ പറഞ്ഞ ഈ രാവണൻ എന്താ പറഞ്ഞത്? രാമൻ ഇന്ന് ഒന്നുമില്ലാതെ അലയുന്ന ചണ്ടാളനാണെന്ന് അല്ലെ? ബ്രാഹ്മണനാണ് അയാൾ, ചണ്ടാള ബ്രാഹ്മണനാണ്. ഇന്ന് അയാൾക്ക് ചണ്ടാളനോ ബ്രാഹ്മണനോ ഭേദമില്ല. പട്ടിയും പശുവും ഒരുപോലെയാണ്. ഈ രാമൻ ആരാണെന്ന് കാട്ടിൽ അലഞ്ഞു നടക്കണ വെറും ഒരു ചണ്ടാളൻ പറയാ ഈ പറഞ്ഞ രാവണൻ. ഇവിടെയാണ് ശരിക്കും തത്വം വരുന്നത്. ഈ ഈശ്വരൻ രാമൻ ഇതൊക്കെയാണ് എന്ന് നമുക്ക് സമ്മതിക്കണമെങ്കിൽ രാമൻ ആരാണ്? രാമൻ ആ ശിവതത്വമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈശ്വരന് ഉച്ചനീചത്വങ്ങളില്ല, ഭേദഭാവനയില്ല, നിർഗുണനാണ്, നിരാകാരനാണ്. ഇതൊക്കെ ആരാണ്? ഈ പറഞ്ഞ ശിവൻ രാമനും ഒന്ന് തന്നെയാണ്. നമ്മൾ കാണുന്ന ദശരഥന്റെ പുത്രനായിട്ടുള്ള രാമൻ, അഗ്നിയിൽ നിന്നുള്ള ഹവിസ് കഴിച്ച് പുത്രനായിട്ട് വന്ന രാമൻ, വിഷ്ണു, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന വിഷ്ണു തത്വം, വാസുദേവൻ, എല്ലാവരുടെ ഉള്ളിലും വസിക്കുന്നവൻ രാമൻ, എല്ലാവരുടെ ഉള്ളിലും രമിപ്പിക്കുന്നവൻ, എല്ലായിടത്തും ഇരിക്കുന്നവൻ. അദ്ദേഹത്തിന് എന്താ ആ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ യാതൊരു നിർഗുണൻ, നിരാകാരൻ, നിഷ്പ്രപഞ്ചൻ, പ്രപഞ്ചത്തിൽ വസിക്കുന്നില്ല. രണ്ടും വിദ്യയാണ്, അവിദ്യയാണ്. ഇത് രണ്ടും ഒരാൾ തന്നെ, ഒരാളിന്റെ 2 മുഖമാണെന്ന് നമ്മൾ കാണണം. അപ്പോ ഈ പറഞ്ഞ രാമതത്വം, ആ രാവണൻ ഉള്ളി എന്ന് പറയുന്ന എല്ലാം സത്യമാണ്. അദ്ദേഹം എന്താ? പട്ടിയും പശുവിനെയും ഒരുപോലെ കാണുന്ന ആളാണ്. അദ്ദേഹം ചണ്ടാളനാണ്, ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് കുലമില്ല, ജാതിയില്ല. അദ്ദേഹം തോന്നിയവാസിയാണ്. തോന്നിയിടത്ത് അദ്ദേഹം വസിക്കും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല. ഈ പറഞ്ഞ പ്രപഞ്ചം അദ്ദേഹത്തിന്റെ വാസസ്ഥാനം. അദ്ദേഹത്തിന്റെ വാസസ്ഥാനം ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നു വിഷ്ണുവിന്റെ വാസസ്ഥാനം വൈകുണ്ഠം പോലെ, ശിവന്റേത് കൈലാസം. അദ്ദേഹത്തിന് എവിടെ വേണോ താമസിക്കാം. അദ്ദേഹത്തിന് അച്ഛനില്ലാത്തവനാണ് അദ്ദേഹം. എന്നാൽ ശിവതത്വത്തിന് എവിടെ നിന്നാണോ അതിന്റെ ഉത്ഭവം ഇന്നും ആർക്കും അറിയില്ല. അത് സ്വയമായിട്ടുണ്ടായ തത്വം. അപ്പോ ഈ പറഞ്ഞ അദ്ദേഹം ആ രാമനെ പറയുന്നതെല്ലാം തന്നെ ഒരർത്ഥത്തില് ഭഗവത്ഗീതയെ പറഞ്ഞ പോലെ ആ രാമതത്വത്തിൽ എത്തിയ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്ന വാക്കുകളാണ് പറയണത്. നമ്മുടെ ഭഗവത്ഗീതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആരാണ് പണ്ഡിതൻ? ഈ നശ്വരമായിട്ടുള്ള പണ്ടത്തെ ഈ ശരീരത്തെ, ഈ പറഞ്ഞ കുറച്ച് രക്തവും മലമൂത്രാദികൾ ചേർന്ന ഈ ശരീരത്തെ, ആ പണ്ടത്തെ അറിയുന്നവൻ പണ്ഡിതൻ. അവൻ ഇതിൽ നിന്ന് പാണ്ഡിത്യം നേടി ഇതിനെ ഉപേക്ഷിച്ചോളണം. വിദ്യാ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശുപാകേത പണ്ഡിത സമദർശിന.
ആ വിദ്യയുള്ളവനും വിനയസമ്പന്നനും ആനയും പട്ടിയും പൂച്ചയും ചണ്ടാളനെയും പട്ടിയെ തിന്നുന്നവനെയും എല്ലാവരുടെയും ഉള്ളിലും ആരാണോ തന്റെ സ്വരൂപത്തെ ദർശിക്കുന്നത് അവൻ രാമൻ, അവൻ ശിവൻ. അവന് രൂപമില്ല, ഭാവമില്ല. അപ്പൊ ഈ രാവണൻ ഉള്ളിൽ നിന്ന് വന്നതാണെങ്കിലും ഒരാളെ നിന്ദിക്കാൻ പറഞ്ഞതാണെങ്കിലും യഥാർത്ഥ സത്യമാണ് പറയുന്നത്. രാമൻ ഇന്ന് കാട്ടിലാണെങ്കിലും മേട്ടിലാണെങ്കിലും പട്ടുമെത്തയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ രാമതത്വം എന്ന് പറയുന്നത് എന്താ? സ്വന്തം ആത്മാവിൽ രമിക്കുന്നവൻ രാമൻ. അപ്പൊ ഈ രാമതത്വത്തെയാണ് ശരിക്കും അവിടെ പറഞ്ഞത്. അദ്ദേഹം ഇതാണ് എന്ന് പറഞ്ഞ ഭേദബുദ്ധി ഇല്ലാത്ത ആളാണ്. രാമനും സീതയും എന്താ പറയാ, ഒരു ചണ്ടാള സ്ത്രീയും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ എന്താ? സീത എന്ന് പറയുന്ന മനസ്സ് ഏത് ശരീരത്തിലും പ്രവേശിക്കും. ഒരു ചണ്ടാലനിലും പ്രവേശിക്കും, ബ്രാഹ്മണനിലും പ്രവേശിക്കും. ഒരു എന്താ പറയാ, അവരുടെ ശരീരത്തിനാണ് സ്വഭാവം. ത്രിഗുണങ്ങൾ ശരീരത്തിനാണ്. ആത്മാവെന്ന് പറഞ്ഞത് ഏകമാണ്. അത് ഏത് ശരീരത്തെ കേറിയാലും അതിന് ആ ആത്മതത്വത്തെ പ്രദർശിപ്പിച്ച്, അതായത് ഈ ചിത് ശക്തിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലഗ് മാത്രമായിട്ട് ആ ജീവാത്മാവിന് ഏതിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് ഈ ശരീരത്തെ പ്രവർത്തിക്കാൻ പറ്റുന്നോ അതാണ് സീത. രാമൻ എന്ന് പറയുന്നത് ആ ശിവതത്വമാണ്, പരബ്രഹ്മ തത്വമാണ്. എപ്പോഴും ശരീരം വിട്ടുപോകുന്നു ഈ ജീവാത്മാവ് ശുദ്ധമാവുമ്പോ എവിടെ ലയിക്കും? ഈ പരമാത്മ തത്വത്തിൽ ലയിക്കും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാമനെ ഫൽസിച്ചതിൽ നമ്മൾ തെറ്റ് കാണണ്ട. ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അപ്പോ ഇതെല്ലാം കേട്ടിട്ട് രാവണൻ എന്താ, ഒരു പുല്ലിനെ പോലെ ഒരു തൃണവൽഗമിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ എന്താ, ഒരു പുല്ലെടുത്ത് മുന്നിലോട്ട് ഇട്ടിട്ട് രാവണനോട് പറയുകയാണ്, സീത നിന്റെ ഈ ഇംഗിതം നടക്കാൻ പോകുന്നില്ല രാവണ. അതുകൊണ്ട് നീ ഈ പുല്ല്, നിന്റെ ഈ പറഞ്ഞ നിന്നെ സ്വയം നീ പുകഴ്ത്തിയതും നിന്റെ കുറെ എന്താ പറയാ അഹങ്കാരത്തിലുള്ള നിന്റെ വാക്കുകളും രാമൻ ഇല്ല എന്ന് പറഞ്ഞതും എല്ലാം ഞാൻ ഈ പുല്ലിന് സമാനമായിട്ട്, അതായത് പുല്ലെന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഈ വലിയ വലിയ ചെടികൾ നിൽക്കുമ്പോൾ ഒരു പുല്ല് മുളച്ചു വരിക എന്ന് പറഞ്ഞാൽ ആ പുല്ലിന് പോലും ഒരു നിയോഗമുണ്ട്. ഭൂമിയിൽ ആ പുല്ല് മുളയ്ക്കണമെങ്കിലും അത് ഒരു ഈശ്വരന്റെ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതാണ്. ഇല്ല, അതിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നാളെ അത് പശു തിന്നും, അതിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ചെറിയ എളിയ തലത്തില് അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഭൂമിയിലുണ്ട്. അതുപോലെ ഈ പുല്ല്, ഞാൻ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞു, പുല്ല് അവിടെ സീത ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്രയും വളരെ നിസ്സാരമായിട്ട് ഞാൻ കാണണമെന്ന് പറഞ്ഞാൽ പുല്ലെടുത്ത് അവിടെ അതിന്റെ ഇടയിൽ ഇടുകയാണ്. ഇച്ഛാഭംഗം വന്ന രാവണനോ ക്രൂദ്ധരായി, പക്ഷെ വാക്കുകൾ വളരെ ദേഷ്യപ്പെട്ടു. ഇതുവരെ പറഞ്ഞ പഞ്ചാര വർത്തമാനം നമ്മൾ പാട്ടിലാക്കാൻ വേണ്ടി പറയില്ലേ, അത് തരാം ഇത് തരാം എന്നൊക്കെ, ഇപ്പൊ എന്താ യഥാർത്ഥമായിട്ട് രാക്ഷസീയ ഭാവം വന്നു, ക്രൂരനായി, ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു വളരമായിട്ട് ഭത്സിക്കുവാൻ തുടങ്ങുകയാണ്. അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നിന്നെ സർവനാശം വരുത്തുമെന്നുള്ള ഭാവത്തിൽ എനിക്ക് നിർബന്ധിച്ച് നിന്നെ എന്റെ കൊട്ടാരത്തിൽ എന്റെ അന്തപുരത്തിൽ കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല, ഇതുവരെ ഞാൻ നിന്നെ ക്ഷമിക്കുകയാണ്. എന്നിട്ട് രാക്ഷസിമാരോട് പറയാ, കുറച്ചു ദിവസം കൂടെ ഞാൻ കൊടുക്കാം ഇവരോട്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ബോധവൽക്കരണം, നമ്മൾ കേട്ടിട്ടില്ലേ ബോധവൽക്കരണ ക്യാമ്പ് എന്നൊക്കെ. സാധാരണ തൃശ്ശൂരൊക്കെ ഒരാൾ ദുഃഖം വരുമ്പോഴും ഒക്കെ ഈ നമ്മുടെ എന്താ ബന്ദിക്കോസുകാര് ബോധവൽക്കരണ ക്യാമ്പുകളിൽ പോകും. അവിടെ ചെന്ന് ഓരോരുത്തര് ഈശ്വരൻ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ് തുള്ളലും ബഹളവും എവിടുന്നൊക്കെയോ ഈശ്വരനെ കൊണ്ടുവന്ന് കുറെ പേരെ ട്രെയിൻ ചെയ്യിച്ച് അവിടെ കിടന്ന് ഉരുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. പാവപ്പെട്ട മനുഷ്യര് അവരുടെ പൈസയും കൊടുത്ത് അവിടെ ചെന്ന് താമസിച്ചിട്ട് ഇതാണ് ഈശ്വര തത്വം എന്ന് പറഞ്ഞ് അവിടെ കണ്ടിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്ന ബാധകള് പലരും കണ്ടിട്ടുണ്ട്. ഒരു ബാധയെ പോലെ തന്നെ കിടന്ന് തുള്ളി എന്റെ ബാധ പോയി എന്ന്. എവിടെ പോയി? ബാധ അല്ല, ബോധമാണ് പോയത്, അവർക്ക് ബാധയൊന്നും പോയിട്ടില്ല. ഇതേപോലെ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ബോധത്തെ തിരിച്ചാവിഷ്കൃതമാകാൻ, തന്റെ ബോധം എവിടെയാണോ ഒളിഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള നമ്മുടെ സാധനാ മാർഗത്തിലൂടെയുള്ള നമ്മുടെ ആ ഒരു ശ്രമം, അതിലോട്ടുള്ള കയറുന്നതിനാണ് നമ്മൾ ബോധവൽക്കരണം എന്ന് പറയുന്നത്. ഇവിടെ ബോധവൽക്കരിക്കുന്ന എന്താ, ഈ പറഞ്ഞ രാക്ഷസിമാരോട് പറയുകയാണ്, ഈ പറഞ്ഞ സീതയ്ക്ക് തന്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ച് ഒരു ബോധവൽക്കരണം നടത്തി സീതയുടെ മനസ്സ് മാറ്റാൻ. അതാണ് മനസ്സെന്ന് പറയുന്നതിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? മനസ്സല്ലേ നമ്മളെ കൊണ്ട് ഓരോന്ന് ചിന്തിക്കുന്നത്. മനസ്സിനെ മാറ്റിയാലോ അതിനെ താഴോട്ട് കൊണ്ടുവരാനാണ് അവർ പറയുന്നത്. അതായത് മനസ്സിനെ താഴേക്കടയിൽ കാണുന്ന ഈ ചിത്തഭ്രമം പിടിച്ച കുറെ രാക്ഷസന്മാര് കാണിക്കുന്ന പ്രവൃത്തികളിലോട്ട് നിന്റെ മനസ്സിനെ കൊണ്ടുവന്നിട്ട് നീയും അതായിട്ട് ചേരൂ, നീയും അതായിട്ട് മാറൂ. രാക്ഷസ സ്വഭാവത്തിൽ വന്ന് രാവണന് കീഴടങ്ങിയാൽ സീത നാളെ ആരാ? രാക്ഷസിയാണ്. രാക്ഷസന്റെ ഭാര്യ രാക്ഷസിയല്ലേ. അപ്പൊ നമ്മളൊരു ദേവതത്വത്തിൽ ഉറച്ചു നിന്ന ഒരു മനസ്സിനെ താഴോട്ട് ഒരുപാട് പ്രലോഭിപ്പിച്ച് എന്തൊക്കെയോ ആവാം, എന്തൊക്കെയോ തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എന്താക്കുന്നു? ഒരു രാക്ഷസിയാക്കി മാറ്റുക.
ഇത് തന്നെയാണ് ഇവിടെ പ്രപഞ്ചത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നടക്കുന്നത്. നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു, നമ്മുടെ ആത്മതത്വത്തിൽ പോകാൻ എത്രത്തോളം സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു, അതിനത്രയും എവിടുന്ന പ്രപഞ്ചത്തിൽ നിന്ന് ആകർഷണം വരും. എന്താ? നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ അത് തരാം, ഇത് തരാം, ഇത് വരൂ, ഇത് കളയൂ, ഇത് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ എന്താ, നമുക്ക് പോലും ഒരു ഡെല്യൂഷൻ, ഒരു മായ കൊണ്ട് ഏത് ശരി ഏത് ആ ഒരു വ്യക്തത ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പതിച്ചു പോകും. അതുപോലെ ഈ പറഞ്ഞ സദാ രാമനെ ചിന്തിക്കുന്ന സീതയെ ബോധവൽക്കരിക്കാൻ ഈ രാക്ഷസികളോട് പറയാണ്. എന്താ, രാവണൻ പറഞ്ഞിട്ട് എന്താ, നിസ്സാരമൊന്നും അല്ല, നീ ശരിയാക്കി വച്ചില്ലെങ്കിൽ ഈ രാക്ഷസിമാർക്ക് ഓരോ ശിക്ഷ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് പറ്റിയില്ലെങ്കിൽ എന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ ഈ സീതയെ നിങ്ങൾ റെഡിയാക്കില്ലേ? അത് നിസ്സാര കാര്യമാണോ? ഈ പറഞ്ഞ ലങ്കാധിപതിയുടെ ഭാര്യയാവുക എന്നുള്ളത്. അതിന് പറ്റിയില്ലെങ്കിൽ ഈ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ അനുഭവം ഉണ്ടാകും. അഥവാ നിങ്ങൾ സമ്മതിപ്പിച്ചാൽ നിങ്ങൾക്ക് പാരിതോഷികങ്ങൾ തരാമെന്ന് പറയുകയാണ്. അപ്പോ ഈ ചുറ്റും നിന്ന രാക്ഷസീടകളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഒരു നൈർമല്യവും കുറച്ചൊരു ഈശ്വര ഭക്തിയൊക്കെ ഉള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ത്രിജട. ത്രിജട എന്ന് പറഞ്ഞാൽ ജട നമുക്കറിയാം, ശിവന്റെ ഉള്ളിലാണ് ജട, ശിവന്റെ ശിരസിലാണ് ജട. എങ്ങനെയാ ജട പിടിക്കുന്നത്? ആ ജട പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മള് ബാഹ്യമായിട്ടുള്ള തപസ്സിന് ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ തലമുടി ചെയ്യില്ല, ശരീരബോധമില്ലാതെ നമ്മൾ പ്രാകൃതമായിട്ട് ഈ ശരീരത്തിന് വേണ്ടി ആഹാരമോ അതിനുള്ള നമ്മൾ കുളിച്ച് അന്നവസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അതിനെ സുന്ദരമാക്കി വെക്കാതെ, അതായത് ശരീരബോധമേ ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് തലമുടിയൊക്കെ ആ ഒരു ജട പിടിക്കും. ആ ഒരു ചീകാത്തത് കൊണ്ട് അതിങ്ങനെ കെട്ടുന്നു, അതാണ് ജട. ശിവൻ എപ്പോഴും നമ്മുടെ ശിവന്റെ ജടാന്ന്, ജടയ്ക്കൊക്കെ ഒരുപാട് ഇന്നർ മീനിങ് ഉണ്ട്. ആ ജട, അപ്പൊ ത്രിജട എന്ന് പറയുമ്പോൾ തന്റെ 3 അവസ്ഥകളെ അതിക്രമിച്ചവളെന്നർത്ഥം. ഈ രാക്ഷസീയ കുലത്തില് ഈ സ്ത്രീ തന്റെ 3 അവസ്ഥകളെ, ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലെ പല സ്വപ്നങ്ങളും കാണുന്ന സ്ത്രീയാണ്. കുറച്ച് ദൈവീകമായിട്ടുള്ള കഴിവുകളുള്ള ഒരു സ്ത്രീയാണ് ഈ ത്രിജട. ആ രാക്ഷസി എന്ത് ചെയ്തു? ആ രാക്ഷസിയുടെ അടുത്താണ് കൂടുതൽ പറഞ്ഞിട്ട് പോകുന്നത്, സീതയെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട്. ഈ ത്രിജട വന്നിട്ട് കുറെ കാര്യങ്ങള് സീതയുടെ അടുത്ത് പറയണം. അല്ലയോ സീത, ആദ്യ സ്നേഹത്തിൽ പറയണു, വൈശ്രവസിന് കൈകസിയിൽ ജനിച്ച രാവണന്റെ മഹത്വം നിനക്ക് അറിയാമോ? ഈ ഭാഗ്യത്തെ നീ തള്ളിക്കളയരുത്, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം. നീ എന്താ അവിടെ മണ്ടോതിരിയൊക്കെ നാളെ നിന്റെ ദാസിയായിട്ട് നിൽക്കും, നിനക്ക് പട്ടുമത്തേ കിടക്ക. നീ ആ പറഞ്ഞ കാട്ടാളനായിട്ട് കാട്ടിൽ അനഞ്ഞ് മാംസവും തിന്ന് നടക്കുന്ന ആ രാമനെ കള. ഇനി ഒരിക്കലും അയാൾക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല, അദ്ദേഹത്തിന് രാജ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല, അതിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു പോകും. നീ ഈ ഒരിക്കലും ലങ്കയിലോട്ട് അദ്ദേഹത്തിന് പ്രവേശിക്കുകയും പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ അബലയാണ്, നിനക്ക് യാതൊന്നും നിന്റെ ശരീരത്തിന്, പൂ പോലെയുള്ള നിന്റെ ശരീരത്തിന് ഈ രാക്ഷസീയ ശക്തികളെ എതിർത്തിരിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സീതെ, നീ പറയണത് കേക്ക്. ഞാൻ പറയുന്നത് നിന്റെ ഫ്രണ്ടായിട്ടാണ്, ഞാൻ രാക്ഷസിയായിട്ടല്ല. നിന്നോട് എനിക്ക് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട്. അത് ആ മനസ്സിന് കുറച്ച് എലിവേഷൻ വന്ന ഒരു രാക്ഷസിക്ക് സീതയുടെ അടുത്ത് ഭയങ്കര സ്നേഹം. നോക്കൂ, ആ സത്തിനെ തിരിച്ചറിയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്കിയുള്ള രാക്ഷസികളെല്ലാം തന്നെ ചുറ്റും നിന്ന് സീതാദേവിയെ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷെ സീത ഒന്നിലും വീഴാതെ ആ ഒരു രാമനാമത്തെ ജപിച്ചിരിക്കണം. അങ്ങനെ ആ ഇരിക്കുന്ന 2-3 ദിവസം ഇങ്ങനെ കടന്നു പോകണം. അപ്പൊ ത്രിജട ഈ പറഞ്ഞല്ലേ, ഈ സ്ത്രീ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ എന്താ, ആ ഒരു ആനക്കൊമ്പ് കൊണ്ട് തീർത്ത രഥത്തില് 1000 ഹംസങ്ങള് വലിക്കുന്ന ഒരു തേര്, അതിൽ വെള്ളപ്പട്ടുടുത്ത രാമൻ ലക്ഷ്മണ സമേതനായിട്ട് ആകാശമാർഗം വരികയും സൂര്യൻ ഉദിച്ചതുപോലെ വരണു. അദ്ദേഹം സൂര്യവംശജനാണ്. ആ സൂര്യ തേജസ്സോടുകൂടി രാമനും ഈ പറഞ്ഞ ലക്ഷ്മണനും വെള്ളപ്പെട്ട് സത്വഗുണ പ്രധാനമായിട്ട് കാണുകയാണ്. അവിടെ സീതയോ, സീതാദേവിയും വെള്ളപ്പെട്ടെടുത്ത് ഈ രാമന്റെ കൂടെ ആ അദ്ദേഹത്തിൽ ചേർന്ന് ലയിച്ച് അവര് അവിടുന്ന് അപ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതായിരുന്നു സ്വപ്നം. ഞാൻ പറഞ്ഞില്ലേ, ഈ 3 അവസ്ഥകൾ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ സ്വപ്നാവസ്ഥയിൽ പലതും നമ്മൾ കഴിവുള്ളവർക്ക് സ്വപ്നാവസ്ഥയിൽ പലതും കാണാൻ പറ്റും. ഈ പറഞ്ഞ എന്താ പറയാ, ചില വിഷൻസ് ഉണ്ടാവും. അതൊക്കെ സ്വപ്നത്തിലാണ് നമ്മൾ കാണുന്നത്. പല ഈ പറഞ്ഞ ഋഷിമുനിമാരൊക്കെ തന്റെ ആ ജാഗ്രതാവസ്ഥയിലല്ല കാണുന്നത്, പശ്യന്തി തലത്തിൽ. ഒരു സ്വപ്നവും ജാഗ്രതനും ഇടയ്ക്കുള്ള അവസ്ഥ, അതിലാണ് കാണുന്നതും ഈ പറഞ്ഞ മന്ത്രവും മന്ത്രത്തിന്റെ ദേവതയൊക്കെ കാണുന്നത്. അപ്പൊ ഈ ത്രിജട അങ്ങനെയാണ് കണ്ടത്. അപ്പൊ ഇത് വന്ന് സീതാദേവിയോട് പറയാണ്, സീതെ, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ചുറ്റും നിന്ന രാക്ഷസിമാരോടും പറയാണ്, എന്തായാലും രാമൻ വരും, സംശയമില്ല. 1000 ഹംസങ്ങള്, ഹംസം നമുക്കറിയാം, സോഹം
ഹംസങ്ങൾ എന്ന് പറഞ്ഞാൽ ഹംസത്തിന്റെ തലം ആജ്ഞാചക്രത്തിന്റെ മേളില്. ഹംസം എന്ന് പറഞ്ഞാല് പരമഹംസ, ആ പരമമായിട്ടുള്ള പദമാണ് രാമൻ. ആ ഹംസങ്ങള് 1000 ഹംസങ്ങൾ എന്ന് പറഞ്ഞാല് ഹംസത്തിന്റെ തന്റെ പ്രാണന് ജിതേന്ദ്രിയനായിട്ടുള്ള രാമൻ തന്റെ പ്രാണനെ നിയന്ത്രിച്ച് തന്റെ ഈ പറഞ്ഞ 5 ചക്രങ്ങൾക്ക് മേളില്, അതായത് ആജ്ഞാചക്രത്തിന്റെ മേളില് ഹംസത്തിന്റെ സ്ഥലം, അതായത് നമ്മുടെ ലലാട ചക്രത്തിന്റെ തൊട്ട് താഴെ ആ ഒരു ബിന്ദു നിരോധം, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഹംസത്തിന്റെ ഒരു പദമുണ്ട്. അവിടെയാണ് നമ്മൾ ഗുരുചക്രം. അവിടെ അത് 1000 ഹംസങ്ങൾ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്റെ കൈ പിടിയിൽ ഒഴുക്കിയ അത് ആ ഒരു സത്വഗുണ പ്രധാനമായിട്ടുള്ള വെള്ളപ്പട്ടുടുത്ത് ലക്ഷ്മണനുമായിട്ട് താൻ ശയിക്കുന്ന അനന്തനാകുന്ന മെത്തയുമായിട്ട് തന്റെ മനസ്സിന്റെ തന്റെ ബുദ്ധിയുടെ ആ പകുതിയായിട്ടുള്ള സീതാദേവിയെ വെള്ളപ്പട്ടുടുത്ത അമ്മയെ തന്റെ തേരി കയറ്റിക്കൊണ്ടുപോണത് ഞാൻ കണ്ടു. ഇത് കള്ളമാവാൻ വഴിയില്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാമൻ വരും എന്ന് പറയാണ്. ആ ചുറ്റും നിന്ന രാക്ഷസികളോട് പറയണം, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, സാധാരണ ഞാൻ കള്ളമായിട്ട് കാണാറില്ല, അല്ലയോ രാക്ഷസികളെ, നിങ്ങൾ ഇനി സീതയെ ഉപദ്രവിക്കരുത്, ആ സീതയെ നിങ്ങൾ വിട്ടേക്കൂ. ഒരിക്കലും സീത ഈ ചപലമായിട്ടുള്ള ഒരു കാര്യത്തിന് വഴങ്ങില്ല. മാത്രമല്ല രാവണൻ ഒരിക്കലും സീതയെ കിട്ടുകയുമില്ല. ഈ പറഞ്ഞ രാമൻ, ഈ രഘുരാമൻ, അദ്ദേഹം വരും, തീർച്ചയായിട്ടും ഈ സീതയെ കൊണ്ടുപോവുകയും ചെയ്യുന്ന പറഞ്ഞു കേട്ട് ഈ ചുറ്റും നിന്ന രാക്ഷസികൾ എന്ത് ചെയ്തു? അവര് വിചാരിച്ചു ഇപ്പൊ അദ്ദേഹം ഒരു അന്ത്യശാസനം കൊടുത്തിട്ടാണല്ലോ പോയത് രാവണൻ. അതായത് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എവിടെ ഞാൻ കൊന്നുകളയെന്ന പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ രാക്ഷസികള് ഒരു മനുഷ്യ മാംസം തിന്നാനായിട്ട് ഇങ്ങനെ നിൽക്കുക അവരുടെ ചുറ്റും. സീതയെ കൊന്നു കഴിയുമ്പോൾ അവർക്ക് ഭക്ഷിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. ആ രാക്ഷസികളെല്ലാം എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ സീതയുടെ അടുത്തുനിന്ന് പിന്മാറി. കാരണം ത്രിജട ഇവരുടെ ലീഡറാണ്. എല്ലാവർക്കും അറിയാം ത്രിജടയ്ക്ക് എന്തോ ആത്മീയ ശക്തിയുണ്ട്. ഈ രാക്ഷസ കുലത്തിൽ വന്ന് ജനിച്ചെങ്കിലും അവൾക്ക് ആത്മീയമായിട്ട് കഴിവുകൾ ഉണ്ടെന്ന് അറിയാണ്. അപ്പൊ പതുക്കെ പതുക്കെ ചുറ്റും കൂടി നിന്ന്, അത് ഇതുവരെ പ്രലോഭിപ്പിക്കാൻ പല വാക്കുകളും പറഞ്ഞ് ചുറ്റും നിന്ന രാക്ഷസികൾക്ക് മനസ്സിലായി ഇനിയിപ്പൊ സീതയുടെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം പതുക്കെ 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 ആ സീത ഒറ്റയ്ക്കാവുകയാണ്. ത്രിജടയും ആ പറഞ്ഞ അവളുടെ കർമ്മങ്ങൾക്ക് വേണ്ടി പോണ സമയത്ത് ആരാണ് ഈ മേളിലിരുന്ന് മുഴുവനും കണ്ടത്? തന്റെ രാമചന്ദ്ര പ്രഭുവിന്റെ പ്രിയ പത്നിയായിട്ടുള്ള ഈ സീതാദേവി, ഈ അമ്മ, ഈ രാക്ഷസികളുടെ ഇടയിൽ ഇത്രമാത്രം ദുഃഖം അനുഭവിച്ചിരിക്കണ കണ്ട് ആ മുഷിഞ്ഞ വേഷവും രാമനാമവും അവശ്യമായിട്ടുള്ള ഇരിപ്പും, എന്നിട്ടും തന്റെ ആത്മശക്തി തെല്ലും നഷ്ടപ്പെടാതെ രാമനാമത്തിന്റെ പ്രഭാവത്തില് ആ പ്രകാശത്തിൽ ഉജ്ജ്വലമായിട്ടിരിക്കുന്ന ആ സീതയെ കണ്ട് ഹനുമാന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര്, എന്റെ പ്രഭു, എന്റെ രാമന്റെ സീതയ്ക്ക് ഈ ഒരു അനുഭവമോ ഭഗവാനെ, ഞാൻ എന്താ ഞാൻ ഇനിയിപ്പോ ചെയ്യേണ്ടത്? ഈ അമ്മയെ എനിക്ക് വേണമെങ്കിൽ, ഞാൻ അത്രയും കരുത്തുള്ളവനാണ്, എനിക്ക് ഈ അമ്മയെ ഇവിടുന്ന് ഇപ്പൊ തന്നെ ഈ ലങ്കയോട് കൂടി കൊണ്ടുപോകാനുള്ള കരുത്ത് എനിക്കുണ്ട്. പക്ഷെ ഞാൻ അത് ചെയ്യണോ? എന്നെ കണ്ടാൽ ഈ അമ്മ വിശ്വസിക്കുമോ? ഞാൻ ഈ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, അമ്മ എന്നെയും കണ്ടിട്ടില്ല, എന്ത് ചെയ്യും? ഈ ഹനുമാൻ എന്ന് പറയുന്ന ദൂതൻ മരക്കൊമ്പിൽ ഇരുന്ന് എല്ലാം കണ്ട് എന്താണ് ഒരു ഇതികർത്തവ്യ മൂഢനായിട്ടിരിക്കുക, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഈ രാവണന്റെയും രാക്ഷസികളുടെയും നേരിട്ട് അവരെ തോൽപ്പിക്കാനൊന്നും ഇപ്പൊ എനിക്കുള്ള സമയമില്ല. കാരണം ഈ പറഞ്ഞ പാവം സ്ത്രീ ഇത്രയും ദുഃഖം അനുഭവിക്കണം, അവരെ എനിക്ക് എങ്ങനെ രക്ഷിക്കാം എന്നൊക്കെ വിചാരിച്ച്, അതായത് ആ സീതാദേവിയുടെ മുമ്പിൽ ഞാൻ ഇനി എങ്ങനെ എത്തും, ഇങ്ങനെ എന്തൊക്കെ ചിന്തിക്കാമോ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഈ മരക്കൊമ്പിലിരുന്ന് ഈ കാഴ്ച വേറൊരാൾ പറഞ്ഞ്, തേർഡ് പേഴ്സൺ പറഞ്ഞിട്ടല്ല കേൾക്കുന്നത്, നേരിട്ട് കാണുകയാണ്. അപ്പോ എന്താ, ഈ നേരത്തെ രാമന്റെ മുമ്പിൽ വന്നല്ല ബ്രാഹ്മണ വേഷം ധരിച്ചു വന്നാൽ എന്താ, നന്നായിട്ട് സംസാരിച്ചാൽ സീത വിശ്വസിക്കുമോ? ഇല്ല. പെട്ടെന്ന് രാവണൻ മായാവിയാണ്. പല മായാവേഷങ്ങൾ ധരിക്കാനും അവന് എളുപ്പം പറ്റും രാവണന്. ചിലപ്പോ ഞാൻ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നാൽ അത് രാവണനാണെന്ന് കണ്ടിട്ട് എന്നെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ലാതെ ഞാൻ പെട്ടെന്ന് കയറി ചെന്നാൽ, ഒരു കുരങ്ങിന്റെ വേഷത്തിൽ ചെന്നാൽ അമ്മ ഭയപ്പെടും. അപ്പോ വളരെ ബുദ്ധിപൂർവം വേണം ഞാൻ ഈ വൃക്ഷക്കൊമ്പിൽ നിന്ന് രാമന്റെ അടുത്ത് വരേണ്ടത്, ഈ പറഞ്ഞ സീതയുടെ അടുത്ത് വരേണ്ടത്. അപ്പോ ആ രാമൻ, ഞാൻ പറയുന്ന കഥകളെല്ലാം അമ്മ വിശ്വസിക്കണം. എന്റെ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് ഞാൻ രാമദൂതനാണെന്ന് അറിയണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അമ്മയെ രക്ഷിക്കാൻ പറ്റൂ, ഈ പറഞ്ഞ അങ്കുലീയം കൊടുക്കാൻ പറ്റൂ. എന്നാലേ എനിക്ക് രാമനോട് ചെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഈ രാക്ഷസികളുടെ ഇടയിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ പറ്റൂ. ഏത് വേഷം ധരിച്ച് ഞാൻ പോകുമെന്ന് വളരെ വളരെ ദുഃഖിതനായിട്ട് ഈ ശിംശിപ വൃക്ഷത്തിന്റെ മുകളില് ഇരുന്ന് ഹനുമാൻ ചിന്തിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാം. നാളെ നമുക്ക് കാണാം ഈ പറഞ്ഞ ഹനുമാൻ ഏത് വേഷത്തിൽ വരും സീതയുടെ മുമ്പില്. ഈ പറഞ്ഞ ആ ഒരു ലങ്കാ മർദ്ദനം എങ്ങനെയാണ് നമ്മുടെ ഹനുമാൻ നടത്തുന്നത്? ഈ സീതയ്ക്ക് എന്താണ് തിരിച്ചു വന്ന്
തിരിച്ചു വന്ന് യാത്ര പോകുന്നതിന് മുമ്പേ സീത എന്താണ് ഹനുമാന്റെ കയ്യിൽ കൊടുത്തയക്കുന്നത്, എന്താണ് രാമദൂതിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് ആ ഒരു ലങ്കാമർദ്ദനം, എല്ലാം നമുക്ക് നാളെ കാണാം. ഇന്ന് നമുക്ക് ദേവിയുടെ പാദത്തിൽ എല്ലാം വെച്ചിട്ട് നാളത്തേക്ക് നല്ലൊരു ദിവസം ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രീമാത്രേ നമഃ.